Good morning. Coffee Talk 7 a.m. program hosted by JCA Nilambur, Golden Valley, Daffodils and Valanjeri Royals here called to order. ഇന്ന് 944 സെഷനാണ്. ഇന്നത്തെ നമ്മളുടെ ട്രെയിനർ നമ്മൾക്ക് സുപരിചിതനായ നമ്മളുടെ ഫ്ലോറിൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ സാന്നിധ്യം അറിയിക്കുന്ന രഞ്ജിത്ത് സാറാണ്. ഇന്നത്തെ വെൽക്കം സ്പീച്ച് നമ്മളുടെ തന്നെ സീനിയർ ട്രെയിനറും ലയൺസിന്റെ തന്നെ ഒരു കോർപ്പറേറ്റ് ട്രെയിനർ കൂടായ കബീർ സാറാണ്. കബീർ സാറിനെ സ്നേഹപൂർവ്വം വെൽക്കം സ്പീച്ചിനായി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ആൾ. ഇന്ന് 944 എപ്പിസോഡ് 14 ജൂലൈ 2026. 944 കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇത്രയും ദിവസങ്ങളായി എന്ന് ആലോചിക്കുമ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള ശക്തി, ചാലക ശക്തി വളരെ വലുതാണ്. അതിന് ആദ്യം അതിനോട് കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സംഘടനയോട്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഈ സംഘടന നമ്മളെ എല്ലാവരെയും ഇതുപോലെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഈ കോഫി ടോക്കിലേക്ക് ഇന്ന് മോർണിംഗില് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കാനുള്ള അവസരത്തെ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. വളരെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ചെയർമാൻ വളരെ ബഹുമാന്യനായ കുന്നത്ത് മനോജ് അവറുകളെ നമ്മൾ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. രണ്ടാമത് ഈ സംഘടനയുടെ തന്നെ 2 യെല്ലോ പ്രസിഡന്റുമാരെ, 2 ലോവുമാണ് ഈ സംഘടന ഈ കൂട്ടായ്മയെ നയിച്ചു കൊണ്ടുപോകുന്നത്. ആ 2 യെല്ലോ പ്രസിഡന്റുമാരെയും ഔപചാരികതയുടെ പേരിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ കോർഡിനേറ്റേഴ്സ് എല്ലാവരും എല്ലാ ദിവസവും ഫ്ലോറിൽ ഉണ്ടാവണമെന്നില്ല, എല്ലാവരെയും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടും ഫ്ലോറിൽ വന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും ഇന്നത്തെ ട്രെയിനറിലേക്ക് കടക്കാം. വളരെ ഒരു എമിനന്റ് ആയ ഒരു ട്രെയിനർ രഞ്ജിത്ത് മാർക്കോസ്. ഇതില് നമ്മുടെ കോഫി ടോക്കിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്ന അന്ന് മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ 2 തരത്തിൽ ആൾക്കാർ ഓരോ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യും. ചിലർ വെറും ഒരു കേൾവിക്കാരനായി നിന്നുകൊണ്ട്, കാഴ്ചക്കാരനായി നിന്നുകൊണ്ട് അതിന്റെ ഭാഗവാക്കാകാം. അദ്ദേഹം വെറും ഒരു കാഴ്ചക്കാരനായിരുന്നില്ല. വന്ന അന്ന് മുതൽ തന്നെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഓരോ ട്രെയിനിങ്ങുകളിലും കൃത്യമായ അതിന്റെ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ട്രെയിനറാണ് രഞ്ജിത്ത് സാർ. അദ്ദേഹത്തിന് നല്ല പ്രഗത്ഭനായ ഒരു ട്രെയിനർ കൂടിയാണ്. ഒരു മാത്രവുമല്ല, ഒരു ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. വളരെ അദ്ദേഹത്തിന്റെ അറിവുകൾ, അദ്ദേഹത്തിന്റെ ഇത്ര എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്നതിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം നമ്മുടെ കോഫി ടോക്ക് ഫാമിലിയിലേക്ക് ഇന്നത്തെ ട്രെയിനിങ് സെക്ഷൻ എടുക്കുന്നതിന് വേണ്ടി, നമ്മോടൊപ്പം നല്ല ഒരു സമയം നിലവഴിക്കുന്നതിന് വേണ്ടി വളരെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ടു. പിന്നെ എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഇതിനകത്ത് പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയുമാണ്. ഇതിനകത്ത് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ഇതിനകത്ത് ആദ്യം ഒരു ദിവസം ഒരു കേൾവിക്കാരനായി നമ്മൾ ഇതിനകത്തേക്ക് വരും. ആരെങ്കിലും ഒരു ലിങ്ക് അയച്ചു തരും, അല്ലെങ്കിൽ ഈ കോഫി ടോക്ക് എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് വരാൻ നമ്മളെ ക്ഷണിക്കും. നമ്മൾ കുറച്ച് ദിവസം 1-2 ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. അതൊരു ലോക്കാണ്. നമ്മളെ ഇമോഷണലി അവർ ലോക്ക് ചെയ്ത് കളയും. ഇതിനകത്ത് കുറെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ട്. വളരെ സ്നേഹസമ്പന്നരായ ഒരു സുഹൃത്ത് ബന്ധം ഇതിനകത്ത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ അറ്റത്തു നിന്ന് അങ്ങേയറ്റത്തു നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും നമ്മുടെ ബന്ധം പടർന്ന് പന്തലിച്ച് കിടക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ വിലപ്പെട്ട മോർണിംഗ് സമയം ചിലവഴിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ ഭാഗവാക്കാകുന്ന നിങ്ങളെല്ലാവരെയും വളരെ ഹൃദയത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വളരെ ഗംഭീരമാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ജയസീസ്. ഒരു നല്ലൊരു വെൽക്കം സ്പീച്ച്. ഇതൊരു മോഡൽ വെൽക്കം സ്പീച്ചാണ്. അതായത് സാമ്പിൾ മറ്റുള്ള പുതിയ ആളുകൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ എങ്ങനെ ഒരു വെനിയേഴ്സ് ആയിട്ടുള്ള കബീർ സാറിനെ പോലുള്ളവർക്ക്, അതുകൊണ്ട് തന്നെ ജൂനിയേഴ്സിന്, അതായത് പുതിയ ആളുകൾക്ക് ഒരു മോഡൽ വെൽക്കം സ്പീച്ചാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എന്തായാലും ഇന്നത്തെ ട്രെയിനറിലേക്ക് പോകാം. അദ്ദേഹം ഈ ഫ്ലോറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സാർ പറഞ്ഞ പോലെ തന്നെ, ഫ്ലോറിൽ നിത്യവും സന്ദർശിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വ്യക്തമായ ഫീഡ്ബാക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് മാർക്കോസ് സാർ. He is a dedicated educationist, counseling psychologist, and the founder of Reignite Minds, a dedicated platform providing specialized student counseling, parenting support, and career guidance. With a diverse experience spanning the Indian Air Force and the mental health sector, he brings a unique,
high impact perspective to student empowerment and psychological support. Furthering his deep expertise in youth development, he is currently pursuing diploma in child guidance and counseling from Regional Institute of Education, Mysore. He also serves as a student empowerment and support specialist for Dr. 42, designing digital interventions for stress management. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഇനിയും ഉണ്ട്, കുറെ ഉണ്ട് പറയാൻ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇനി പറയുന്നില്ല. പ്രിയ സുഹൃത്തുക്കളെ, അറിവ് പകർന്നു നൽകുക എന്നത് ഏറ്റവും മഹത്തായ കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരിശീലന പരിപാടി നയിക്കാൻ എത്തിയിരിക്കുന്ന ഈ മേഖലയിൽ ഏറെ സുപരിചിതനായ, അതുപോലെ തന്നെ വളരെ പ്രാവീണ്യമുള്ള, നമുക്കെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും വാക്കുകളും തീർച്ചയായും നമുക്കെല്ലാം വലിയൊരു പ്രചോദനമാകും. ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് മാർക്കോസ് സാറിനെ സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു മനോജ് സർ. താങ്ക് യു കബീർ സർ. എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. വളരെ ഊഷ്മളമായൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. താങ്ക് യു സർ. സ്ക്രീൻ കാണാവോ? നിങ്ങൾ ഒരാൾക്കൊന്ന് വിശദീകരിക്കാമോ എന്താണ് അതിൽ വിസിബിൾ ആയിട്ടുള്ളതെന്ന്? ബിയോണ്ട് സർഫേസ്. ഓക്കെ സാർ, അതെന്താണ് ഒരു പിക്ചറിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് പറയാമോ? എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ ഇതിൽ. സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ കാണാമായിരുന്നല്ലോ. ഗൂഗിളിൽ കാണുന്നതിന്റെ താഴെ മറ്റു പലതും ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഐസ്ബർഗ്. മുകളിൽ കാണുന്ന സന്തോഷമായിരിക്കില്ല ഉള്ളിൽ ഉള്ളത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ സാർ, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു പിക്ചറിൽ ഒരു അമ്മയും ഒരു പാർട്ട് ഓഫ് ഫാമിലി അല്ലെങ്കിൽ ഒരു ഫാമിലി വളരെ ആസ്വദിച്ചൊരു നദിക്കരയിലിരിക്കുന്നു. പക്ഷേ നമ്മളൊന്ന് അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ വിസിബിൾ ആയിട്ട് കാണുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പലയിടത്തും ഈ ഒരു കാര്യമായിരിക്കില്ല, പലയിടത്തും നമുക്ക് താഴോട്ട് ചുഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് മൊബൈൽ ഫോൺ ഒക്കെ ആയിട്ട് കുട്ടികളുടെ അഡിക്ഷൻസ്, അല്ലെങ്കിൽ പലതരം റിലേഷൻഷിപ്പിൽ പറ്റുക. താഴെ ഒരു ലെറ്റർ കാണാം. അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു ഭവനവും കാണാം ആ ഐസ്ബർഗിന്റെ താഴെ. അപ്പൊ പലയിടത്തും ഉള്ള വിഷയങ്ങളൊക്കെ തന്നെയാണിത്. അതായത് അതിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് വെച്ചും എല്ലാം നിങ്ങളാണ് എന്നേക്കാൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ ആപ്റ്റായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈ സ്ക്രീനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് വിസിബിൾ ആയിരുന്നു. അതിന് മുമ്പ് ചെയ്തപ്പോഴും എല്ലാം അങ്ങനെ വിസിബിൾ ആയിരുന്നു. അതെന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അറ്റ്ലീസ്റ്റ്? വ്യൂ ഓപ്ഷൻ മാറ്റിയാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും സാർ. ഫോണിൽ കയറിയേ രഞ്ജിത്ത് സാർ, ലാപ്ടോപ്പ് ആണോ? ഞാൻ ഫോണിൽ നിന്നാണ് കയറിയത്. ലാപ്ടോപ്പ് ഫോണിൽ നിന്ന് കയറിയാൽ നമ്മളെ കാണില്ല സാർ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു മാം, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഇവിടെ നെറ്റ്വർക്കിന് ഒരു ചെറിയ വിഷയമുണ്ട്, വൈഫൈ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ, വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? അതെ അതെ, നല്ല ക്ലിയർ ഉണ്ട് സാർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ തകർന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും വേണ്ടപ്പെട്ടവരെ ഒന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും നമുക്ക്? കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ആശയവിനിമയത്തിലൂടെ ശക്തമാക്കുക എന്നുള്ളതാണ് ഒരു പോം വഴി സാർ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചാലോ? കുട്ടികൾക്ക് ചെറുതിരിക്കാൻ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവരുടെ ബിഹേവിയർ ഇതൊക്കെ ശരിയാക്കാൻ നോക്കണം സർ. ഒരു 80% കുടുംബങ്ങളിലും കമ്മ്യൂണിക്കേഷന്റെ ലാക്കിങ് ഭയങ്കരമായിട്ടുണ്ട്. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കാൻ കഴിയില്ല. അത് കുട്ടികൾക്കെന്ന് മാത്രമല്ല, പേരൻസിനും പരസ്പരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലും ഓരോ കാര്യങ്ങളും 10 മിനിറ്റ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അത് ലൈഫിൽ ഒരുപാട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. അപ്പോൾ അത് കുട്ടികളുടെ കാര്യം എസ്പെഷ്യലി വരുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത്.
ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രിയംറ്റീവ് സ്ട്രാറ്റജിയാണ്. പ്രിയംറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരാതെ സൂക്ഷിക്കാൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. ഞാൻ പറയുന്നതോട് യോജിക്കുന്നുണ്ടോ? അതായത് കൗൺസിലിംഗ് അങ്ങനെയുള്ള മേഖലയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് യെസ് നമുക്ക് നല്ലൊരു Yes, correct, കുട്ടികൾക്ക് correct, sir. നല്ലൊരു Preemptive, there is ഗൈഡൻസ്. a preemptive action, correct. 100% കറക്റ്റ്. ഓക്കെ, എല്ലാ കുട്ടികളും നല്ല മാർക്ക് വാങ്ങണം, നല്ല രീതിയിൽ പരീക്ഷകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ അവരുടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷെ അവർക്ക് പിന്നെ എന്നാണ് പറ്റുന്നത്? എല്ലാവർക്കും പക്ഷെ ലൈഫിൽ വരുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ പറ്റാറില്ല. അതങ്ങനെ നടപടി ആകാണ്ട് വരുമ്പോഴാണ് അവർ പല പല മേഖലയിലേക്ക് വഴിതെറ്റി പോകുന്നത്. ഞാൻ ഈ പറയുന്നതോട് യോജിക്കുന്നുണ്ടോ നിങ്ങള്? യെസ് സർ, കറക്റ്റ്. തീർച്ചയായിട്ടും എല്ലാവർക്കും പലതരത്തിലുള്ള ഇന്റലിജൻസും പലതരത്തിലുള്ള കഴിവുമാണല്ലോ. അതെ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. അതായത് കുട്ടികളിൽ നല്ലൊരു ശതമാനം അക്കാഡമിക് ആയിട്ടോ ഇമോഷണൽ ആയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടോ ബിഹേവിയറൽ ആയിട്ടോ വളരെയധികം ചാലഞ്ചസ് അവർ നേരിടുന്നുണ്ട്. ഈ കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ? യെസ്. അപ്പോൾ ഈ പ്രശ്നം അല്ലെങ്കിൽ അഥവാ ഈ ചലഞ്ചസിനെ നമുക്ക് എന്താണ് ഒരു പോംവഴി? അവരുടെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് ആണെന്ന്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ചലഞ്ചസ് അവരുടെ പഠിത്തത്തെ അല്ലെങ്കിൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഓവറോൾ ഡെവലപ്മെന്റ് ഈ എല്ലാ കാര്യത്തെയും ഈ ചലഞ്ചസ്, അതായത് അക്കാഡമിക് ഇമോഷണൽ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ആയിട്ടുള്ള ഈ ചലഞ്ചസ് ആ കറക്റ്റ് സമയത്ത് അഡ്രസ് ചെയ്തില്ലെങ്കിൽ, അതിൽ നിന്ന് അവരെ കരകയറ്റിയില്ലെങ്കിൽ അത് അവരുടെ പഠിത്തത്തെയും സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിനെയും ഓവറോൾ ഡെവലപ്മെന്റിനെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ബാധിക്കും. പയ്യെ അത് ബാധിച്ച് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം, ഇല്ലേ? യെസ്. അപ്പോൾ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗൈഡൻസ് കൊണ്ട് നമുക്ക് അവരെ മനസ്സിലാക്കുവാനും ഈ വക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ NCERT അല്ലെങ്കിൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഒരു കാര്യത്തെ പറ്റിയാണ്. എഫക്റ്റീവ് ആയിട്ട് ഈ കുട്ടികളെ എങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ സപ്പോർട്ട് എക്കോസിസ്റ്റം നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതില്ലെങ്കിലും കുട്ടികൾ വളരും, ഇല്ലേ? ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തില്ലെങ്കിലും കുട്ടികൾ വളരും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ അതൊരു ഹെൽത്തി ഗ്രോത്ത് അല്ലെങ്കിൽ അവരിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങും സെൽഫ് കോൺഫിഡൻസും നമുക്ക് അവർക്ക് കൊടുക്കുവാൻ പറ്റില്ല. അതേസമയം ഈ ഗൈഡൻസും നല്ല പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവരിൽ ഒരു ഹെൽത്തി ഗ്രോത്ത്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ സെൽഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് പല കുട്ടികളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. നീ ഏത് മേഖലയിലാണ് നിന്റെ ഇൻട്രസ്റ്റ്? എനിക്കറിയില്ല. നിന്റെ ഇനി ഉള്ള പ്ലാൻസ് എന്താണ്? അത് 10th കഴിയട്ടെ അല്ലെങ്കിൽ 12th കഴിയട്ടെ, അത് കഴിയുമ്പോൾ തീരുമാനിക്കാമെന്നുള്ള രീതിയിലാണ് പല കുട്ടികളും നിൽക്കുന്നത്. ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമാണോ അതോ നിങ്ങൾക്കും അതുപോലെ തന്നെയാണോ? നിങ്ങളും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെയാണെങ്കിലോ ബന്ധപ്പെട്ടവരെയോ ഒക്കെ ആയിട്ട് ഇടപെടുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കും തോന്നാറുണ്ടോ? മിക്കവാറും എല്ലാവർക്കും ഇതന്നെ സർ. സാറേ, അതിന്റെ ബേസിക് കാര്യം വെച്ച് കഴിഞ്ഞാല് ആത്മവിശ്വാസമില്ലായ്മ, ശുഭാപ്തി വിശ്വാസമില്ലായ്മയാണ്. അതുണ്ടാകണമെങ്കിൽ ചെറുപ്പത്തിൽ നമുക്ക് വളരെ വളരെ ഹാപ്പി എൻവയോൺമെന്റിൽ വേണ്ടേ? നമ്മൾ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന മുമ്പായിട്ട് ഈ പറയുന്ന കതിരെ കൊണ്ടുപോയി വെള്ളം വളം വെക്കുന്ന മുമ്പായിട്ട് ആദ്യമേ തന്നെ അവരുടെ വേരുകൾ ശരിയാക്കണ്ടേ? ശരിയാണ് സാർ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ വീടിനടുത്തുള്ളൊരു ഫാമിലിയാണ്. അതിൻ്റെ ഒരു ഗ്രഹനാഥൻ ഫോറിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഗ്രഹനാഥന്റെ മകൻ ഒരു 12ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും 10 ഒക്കെ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹം ലീവിനൊക്കെ വന്നു കഴിയുമ്പോൾ മോനോട് ഇടപഴകുമ്പോൾ മോന് ആയിട്ട് വലിയ താല്പര്യമില്ല. ഫാദറുമായിട്ടൊരു ആ ബോണ്ട് വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. ഇതെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ്. അപ്പൊ മോനെ പറ്റി ഭയങ്കര കംപ്ലൈൻസ് ആണ്. അവൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. ഇദ്ദേഹം വളരെ ഒരു സക്സസ്ഫുൾ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് ഇതൊക്കെയാണ്: മോൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മോനുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. മോനുമായിട്ടൊന്ന് സംസാരിച്ചു. അപ്പൊ മോന്റെ കാഴ്ചപ്പാട്ടിൽ മോൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എന്റെ ഫാദർ ഇടപെടുകയാണ്. അതായത് അവനൊരു സ്പേസ് കൊടുക്കുന്നില്ല. അപ്പൊ ഫാദർ വന്നു കഴിയുമ്പോൾ അവന് ഭയങ്കര ടെൻഷനാണ്. ഫാദറായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റി കഴിഞ്ഞാലും ഫാദർ അത് നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഫാദർ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാദറിന്റെ ഒരു 45-50 വയസ്സായുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് മോനുമായിട്ട് ഇടപഴകുന്നത്.
എന്നാൽ അവനൊരു 15 വയസ്സേ ഉള്ളൂ, 15 ആയിട്ടില്ല, 14 വയസ്സ് 15 വയസ്സൊക്കെ ആ ഒരു പ്രായത്തില് അവന്റെ ഒരു പ്രായത്തിട്ട് ഇറങ്ങി വന്നിട്ട്, അപ്പോൾ ആ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ള ഒന്ന് ആലോചിച്ചിട്ട് ആ ഫാദർ ഒന്ന് ഇടപെടുകയായിരുന്നെങ്കിൽ കുറെയോടെ എനിക്ക് തോന്നുന്നു അവനിൽ കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോ ഈ കാര്യം? എന്താ? യെസ് സർ, യെസ് യെസ് സർ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വേറൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ലൈബ്രറിയിൽ നിന്ന്, നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ബുക്സ് ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ബുക്സ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ട്രാക്ക് ഒന്ന് മാറി കുറച്ച് ഡിറ്റക്റ്റീവ് ബുക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എന്ന് വെച്ചാൽ ഷെർലക് ഹോംസിന്റെ അതെന്നല്ല, ഷെർലക് ഹോംസിന്റെ ഒക്കെ അതിന് മുമ്പ് വായിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നാടൻ, അത് ഒരു ഇച്ചിരി നമുക്ക് ഗ്രേ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കലാമൂല്യമൊന്നും ഇല്ലാത്ത ഒരു തരം ബുക്സ് ഒക്കെ വായനയിലേക്ക് ഞാൻ പോയായിരുന്നു. അതെന്റെ അമ്മ കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കുകയും അതിൽ ഇടപെടുകയും എന്നിട്ട് എന്നെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ എന്നോട് ചൂടാവുകയോ ഒന്നും അല്ലായിരുന്നു ചെയ്തത്. അമ്മ ബഷീർ, അതുപോലെ നമ്മുടെ കലാ സാഹിത്യത്തിൽ MT വാസുദേവൻ നായർ, ഇവരുടെയൊക്കെ ബുക്സ് ഒക്കെ എടുത്ത് അതിന്റെ കഥകൾ പറഞ്ഞു തരികയും അങ്ങനെ പയ്യെ പയ്യെ എനിക്ക് ആ ഒരു മേഖലയിൽ ആ ഒരു നല്ല കലാസൃഷ്ടികളെ കണ്ടെത്താനും അതിലൂടെ സഞ്ചരിക്കാനും അതിലെ അറിവുകൾ മനസ്സിലാക്കുവാനുമായിട്ട് എനിക്ക് പിന്നീട് അത് സാധിച്ചു. അന്ന് ആ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഞാനത് ഓർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടൊരു ഗൈഡൻസ്, അത് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആർക്കെങ്കിലും 1-2 പേർക്ക്? കാരണം ഞാനതൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് എടുക്കാന്ന് ഓർത്താ, അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് ഒരു ഇൻഫർമേഷൻ ബൊമ്പാർഡ്മെന്റ് നടത്താനല്ല. അപ്പം ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും നല്ലൊരു 2 കാര്യങ്ങൾ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഒന്ന് ഷെയർ ചെയ്യാവോ പെട്ടെന്ന്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ Yes. ഒന്ന് ഷെയർ സാർ, മനോജാണ്. ഓക്കെ സാർ, പറഞ്ഞോളൂ. ഞാനൊരു 8ാം ക്ലാസ് തൊട്ട് കലാകൗമുദി, മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ വായിക്കാൻ കാരണമായത് അച്ഛനാണ്. അച്ഛൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ സ്ഥിരം വായിക്കും, വീട്ടിൽ വരുത്തുന്നതായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ചെറിയ ചെറിയ ഈ അമ്പിളിയമ്മാവനും അതുപോലുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ മാത്രമേ വായിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇത്തരം അറിവിന്റെ ഒരു ശേഖരമായിട്ടുള്ള ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, കലാകൗമുദി, അതിൽ M കൃഷ്ണൻ നായരുടെ ഒക്കെ പങ്ക്തി വായിച്ചു തുടങ്ങിയത് അച്ഛൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഓക്കെ സാർ, വേറെ ആർക്കെങ്കിലും ഒരാളും കൂടി? ഞാൻ വളർന്നത് വളരെ ഒരു ചെറിയ അതെന്ന് പറഞ്ഞെങ്കിൽ സിമ്പിൾ ലൈഫ് ഫാമിലിയാണ്. കഷ്ടപ്പെട്ടുകൊണ്ട് അമ്മയൊക്കെ പണിയെടുത്ത് പഠിപ്പിച്ചതാണ്. പക്ഷെ അന്നും അമ്മ ആ സമയത്തും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെയുള്ള എല്ലാ പാർട്ടിസിപ്പൻറ്റും എന്നെ ഇഷ്ടപ്പെടുന്നത്. അന്ന് അമ്മ പറഞ്ഞ ആ ചില കാര്യങ്ങളൊക്കെ മറ്റവരെ സഹായിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. അത് ഏത് സിറ്റുവേഷനിലുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾക്ക് 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കൊടുക്കാൻ പറ്റില്ല, 10 ഉണ്ടെങ്കിൽ അതിൽ 5 കൊടുക്കുക. അങ്ങനെ പറഞ്ഞിട്ട് മറ്റവരെ സ്നേഹിക്കണം, മറ്റവർക്ക് ഹെൽപ്പ് ചെയ്യണം. ഇത് ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. അപ്പൊ അന്ന് തന്നെ അമ്മ പറഞ്ഞു തന്ന സ്വഭാവമാണ് എനിക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതും ഞാൻ എല്ലാവരുടെ ഇടപെടുന്നതും. അപ്പൊ എൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഞാൻ അമ്മ എന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തിട്ടും വളർത്തിയതാണ്. താങ്ക് യു. ഓക്കെ സാർ. അപ്പൊ അതായത് നമുക്ക് എല്ലാവർക്കും ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് വഴിതെറ്റി പോകുമ്പോൾ നമ്മൾ നേരെയാക്കാനും ട്രാക്കിലാക്കാനും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് ആരെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അമ്മ, ഈ സാറ് പറഞ്ഞ പോലെ തന്നെ എന്റെ വീട്ടിലും ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടിയാണ് എന്റെ അമ്മയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ടൈമൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ അന്ന് എടുത്ത ഒരു എഫേർട്ട്, അത് എന്നിലുണ്ടായ ഒരു പോസിറ്റീവ് ഇമ്പാക്ട്. അപ്പൊ പലരും പല രീതിയിലും പറയുന്നുണ്ട് ഗൈഡൻസ്, കൗൺസിലിംഗ്, ഇതൊക്കെ വെറുതെയാണ്, ഇതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഗൈഡൻസ് എല്ലാം നമുക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മളൊന്ന് എഫക്റ്റീവ് ആയിട്ടൊന്ന് ആലോചിച്ച് ഇങ്ങനെ ഒരു മേഖലയെ പറ്റി ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് ഓക്കെ ശരിയാണല്ലോ, പലപ്പോഴും നമുക്കും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു ഇമോഷണൽ ആയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, തേക്കടിയിൽ വെച്ചാണ് ഞാനൊരു ഫാമിലി ട്രിപ്പിന്റെ കൂടെ പോവുകയായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ ഭയങ്കര ഡള്ള്, കാരണം ഞാനൊരു ക്രിക്കറ്റ് കളി, അങ്ങനെ ഒരു ക്രിക്കറ്റിനോട് ഭയങ്കരമായിട്ട് അഭിനിവേശം ഉണ്ടായിരുന്ന ടൈമായിരുന്നു എനിക്ക്, ഈ പറഞ്ഞ അഡോളസൻസ് ആ ടൈമിൽ. അപ്പോൾ ഞാൻ പഠിക്കുന്നില്ല അങ്ങനെയാണെന്നുള്ള ഒത്തിരി കംപ്ലയിൻസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിൽ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയേക്കുന്നവരാണ് കൂടെയുള്ളവർ, ബന്ധുക്കാരും സ്വന്തക്കാരുമായിട്ടുള്ളവർ. അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ
അദ്ദേഹം ഹൈദരാബാദിലാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും വന്ന് തന്നെ അന്ന് ആ ട്രിപ്പിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും ഇത്ര കാലത്തിന്റെ ഇടയിലൊക്കെ മറന്നുപോയ കാര്യങ്ങൾ പിന്നീട് ഓർമ്മയിൽ വന്ന കാര്യങ്ങളാണിത്. അവരാണ് അന്നത്തെ എനിക്കൊരു ഇച്ചിരി കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഒരു കോൺഫിഡൻസും ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് അവരിൽ മീൻസ് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി വന്നത് ആ ഒരു ഇതിലൂടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സമയത്തൊന്നും ചിലതൊന്നും പല കുട്ടികൾക്കൊന്നും കിട്ടാറില്ല. ഇല്ലെങ്കിൽ അവരെ എപ്പോഴും കംപ്ലൈന്റ്, അവർക്കെതിരെ കംപ്ലൈന്റ്, നീ അങ്ങനെയല്ല ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്റെ കമ്പാരിസൺ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് നമ്മൾ കുട്ടികളുമായിട്ട് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ഗൈഡൻസ് ചെയ്യാനോ എന്തിനു പോയി കഴിഞ്ഞാലോ പിള്ളേർ നമ്മളെ അടുപ്പിക്കുകയല്ല. അതിന് ചാൻസ് കുറവാണ്. ഇല്ലെങ്കിൽ അങ്ങനെ അടുപ്പിക്കുന്നതായിട്ട് അവർ നടിക്കുകയുണ്ടാവുള്ളൂ. ഓക്കെ, കേൾക്കുന്നുണ്ട്, ഓക്കെ, കാരണം ഇല്ലെങ്കിൽ എനിക്ക് കൂടുതൽ വഴക്ക് കിട്ടിയാലോ, ഓക്കെ. പക്ഷെ അതൊന്നും അവരുടെ തലയിട്ട് പിന്നെ പോവാൻ, അപ്പൊ ആ ഒരു ബോണ്ടാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. ഇനി നമ്മൾ അടുത്തത് ഒരു ഫിലോസഫി ഓഫ് ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗൈഡൻസ് കൊണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യമൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഒരു ഗൈഡൻസ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാള്, അത് നമ്മളെ നോർമൽ ആയിട്ടുള്ള ഒരാളാകട്ടെ അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അവർ വിശ്വസിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് യുണീക്നെസ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓരോ കുട്ടിയും യുണീക്കാണ്. ആ കുട്ടിയുടെ കഴിവുകൾ എല്ലാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അല്ലാണ്ട് എല്ലാവരെയും ഒരു വഴി തന്നെ തെളിയിക്കാണ്ട് അവരുടെ വ്യത്യസ്തമായ മേഖലകളിൽ അവർ പ്രകടിപ്പിക്കുന്ന ഇൻട്രസ്റ്റുകൾ ആ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നർച്ചർ ചെയ്ത് ഗൈഡ് ചെയ്ത് സപ്പോർട്ടും കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അവരുടേതായ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു വഴികാട്ടിയായി നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. സഞ്ജു സാംസന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഞ്ജു സാംസൺ ആക്കിയത് സഞ്ജു സാംസന്റെ പിതാവാണ്. അതുപോലെ അതിന്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം അണിയുന്ന ജേഴ്സിയിൽ സാംസൺ എന്നാണ് എഴുതുന്നത് അല്ലെ? ക്രിക്കറ്റ് ജേഴ്സിയിലാണെങ്കിലും പലയിടത്തും അദ്ദേഹം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോ ഇവിടെ ഈ മൈസൂർ ഒരു കേസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കരിയർ കേസ് സ്റ്റഡി ചെയ്യണം. അപ്പൊ കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാനിപ്പോ PR ശ്രീജേഷ്, നമ്മുടെ ഹോക്കിയിലെ മുൻ ക്യാപ്റ്റനും 4 തവണ ലോകകപ്പ് ഒളിമ്പിക്സ് ലോകകപ്പിൽ പങ്കെടുത്തിട്ട് 2 തവണ മെഡലുമായിട്ട് വന്ന PR ശ്രീജേഷിനെ പറ്റിയാണ് ഞാനിപ്പോ ഒരു കരിയർ കേസ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1988 ജനിച്ച അദ്ദേഹം 2000 അദ്ദേഹത്തിനെ GV രാജ സ്പോർട്സ് സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാനും ഒക്കെ ആ കുടുംബം കാണിച്ച ഒരു ഇൻട്രസ്റ്റ്, ഒരു മക്കൾ നമുക്ക് എല്ലാവരിലും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ കറേജ് ഉണ്ടെന്ന്. വളരെ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്ന് അന്ന് അദ്ദേഹത്തെ GV രാജ സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത് അവനെ അവിടെ വിടാനും അത് കഴിഞ്ഞിട്ട് ഒരു ഹോക്കി ഒരു വസന്തമായി അദ്ദേഹം പൂത്തൊലിഞ്ഞു വരുവാനും ഒക്കെ സാധിച്ചത് ഇങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടാണ്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വഴിത്തിരിവായത് അവിടെ ചെന്നത് ഒരു ഫുട്ബോൾ, പുള്ളി വോളിബോൾ അല്ലെങ്കിൽ സ്പ്രിന്റ്, റണ്ണിങ്, ഇതൊക്കെയായിരുന്നു പുള്ളിയുടെ ഇൻട്രസ്റ്റ്. പക്ഷെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ചടുലമായ നീക്കവും ആ ഒരു കീൻ കോൺസെൻട്രേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവിടുത്തെ 2 കോച്ചുമാരാണ് അദ്ദേഹത്തെ ഈ ഹോക്കിയിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. അദ്ദേഹത്തിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് നിന്റെ മേഖല നിനക്ക് ഹോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റിവിട്ടത് അവിടുത്തെ 2 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ കോച്ചസ് ആണ് അവർ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കൊടുത്തത്. അതുപോലെ തന്നെ നമുക്ക് MS ധോണിനെ എടുത്തു കഴിഞ്ഞാലും ധോണിക്ക് വലിയ സപ്പോർട്ടൊന്നും ഫാമിലിയിൽ നിന്ന് കിട്ടിയില്ല. അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി കാണണമെന്നായിരുന്നു ആ കുടുംബത്തിന്റെ ആഗ്രഹം. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിനെയും ഇതേപോലെ കോച്ചിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു, ഗോൾ കീപ്പറായിരുന്നു. ഗോൾ കീപ്പർ ആവണമെന്ന് ഉദ്ദേശിച്ച് അദ്ദേഹത്തിനെ ഒരു ക്രിക്കറ്റിന്റെ ഒരു വിക്കറ്റ് കീപ്പർ ആക്കി മാറ്റിയതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊണ്ട് തന്നെയാണ്. അതായത് അവന്റെ ഒരു യുണീക്നെസ്സും പൊട്ടൻഷ്യലും ഒക്കെ കണ്ടെത്തി അതിനെ പ്രോപ്പറായിട്ട് നർച്ചർ ചെയ്ത് ഗൈഡൻസും സപ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ വന്നത്. പിന്നെ ധോണിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വ്യത്യസ്തമാണ്. പുള്ളിക്ക് അത് കഴിഞ്ഞിട്ടും ധോണിക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി സ്വയം വെട്ടി തെളിച്ചു വന്നതാണ്. പിന്നെ നമ്മൾ ഈ ഗൈഡൻസിനെ പറ്റി പറയുമ്പോൾ 2 തരമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ട്. ഒന്ന് ഫോർമൽ ആയിട്ടുള്ളത്, ഒന്ന് ഇൻഫോർമൽ ആയിട്ടുള്ളത്. ഇപ്പൊ ഫോർമൽ ആയിട്ടുള്ളതും രണ്ടും നമ്മൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലോ എല്ലാം നമ്മൾ പകർന്നു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇൻഫോർമൽ സപ്പോർട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്നതാണ്. അതിന് 2 വശങ്ങളുണ്ട്. നല്ല ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വഴി പോവാം. അതേസമയം ഒരു ചീത്ത കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ചീത്ത
കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഗൈഡൻസ് ആണെങ്കിൽ അത് വേറെ രീതിയിലും പോവാം. അപ്പൊ റോഡ് ഈസ് ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. അപ്പൊ അതെവിടെ ഏത് സൈഡിൽ പോകണം എന്നുള്ളത് അപ്പൊ അത് ആ ഗൈഡൻസ് അനുസരിച്ചും ആ കുട്ടിയുടെ ഏത് തിരഞ്ഞെടുക്കുന്നു അനുസരിച്ചായിരിക്കും. അതുപോലെ മെന്ററിങ്, റോൾ മോഡൽസ്, അവരാരെയാണ് അവരുടെ മെന്റോർ അല്ലെങ്കിൽ റോൾ മോഡൽസ് ആയിട്ട് കണക്കാക്കുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ്. ഈ ഒരാഴ്ച മുമ്പ് ഈ ക്ലാസ്സിൽ തന്നെ ഒരു സാറ് ട്രെയിനിങ് സെക്ഷൻ എടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ കിഡ്. ഒരു കൊച്ചിനെ വളർത്തുക എന്നുള്ളത് അപ്പന്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെയോ ഉത്തരവാദിത്വമല്ല, ആ ഒരു വില്ലേജിന്റെ മൊത്തം ഉത്തരവാദിത്വമാണ്. അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റി, ആ കുട്ടി വളരുന്ന ചുറ്റുപാടുകൾ, എൻവയോൺമെന്റ്, അതെല്ലാം വളരെ നല്ലൊരു എൻവയോൺമെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ, അത് കുടുംബാന്തരീക്ഷമാകട്ടെ, നാടിന്റെ അന്തരീക്ഷമാകട്ടെ, ആ കുട്ടി ഇടപഴകുന്നവരായിട്ടുള്ള ആ ഒരു അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഇൻഫോർമൽ ഗൈഡൻസ് ഈസ് ഓൾസോ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫോർമൽ ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് സ്ട്രക്ചേർഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സർവീസസ് ആണ്. അപ്പൊ അതിൽ പലതരം സ്കിൽസ് ഇൻവോൾവ് ചെയ്തിട്ടായിരിക്കും ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു മെന്റോർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ളവരായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് സ്കൂൾ, കോളേജ്, കരിയർ സെന്റേഴ്സ് അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ഈ പറഞ്ഞ ഫോർമൽ ആയിട്ടുള്ള ഗൈഡൻസ് നമുക്ക് കിട്ടാൻ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇനി വരുമ്പോൾ ഇൻഫോർമൽ ഗൈഡൻസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫോർമൽ ഗൈഡൻസ് എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബയസസ് ഉണ്ടാവും. അതായത് ഞാൻ പറയുന്നതാണ് ശരി, നീ അത് അങ്ങോട്ടൊക്കെ പോകും, നീ ഇങ്ങനെ പോകും, ഇങ്ങനെ ചെയ്യ്. ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, എന്റെ ഒരു താല്പര്യം വേറൊരാളിൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പല കുട്ടികളെയും പേരൻസ് നിർബന്ധിച്ച് പല കരിയർ അല്ലെങ്കിൽ പല മേഖലയിലേക്ക് തിരിച്ചുവിടും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് സെക്ഷനിൽ ഈ കോഫി ടേക്കിൽ തന്നെ ഒരു മേഡമാണെന്ന് തോന്നുന്നു പറഞ്ഞു, 2 കുട്ടികളുണ്ടായിരുന്നു. 2 കുട്ടികളെയും മേഡത്തിന്റെ വഴിക്ക് എഞ്ചിനീയർ ആക്കാനും BDS വിട്ടിട്ടും രണ്ടും തിരഞ്ഞെടുക്കാതെ അവര് വേറെ മേഖല, അവരുടേതായ മേഖല അവർക്ക് പറ്റുന്ന സമയത്ത് അവര് അത് തേടിപ്പോയി എന്നുള്ളത്. അതുപോലെ തന്നെ പലരും മനസ്താപം ഉണ്ടാവും പലർക്കും. അയ്യോ, എനിക്കത് അന്ന് അത് ചെയ്തായിരുന്നെങ്കിൽ എനിക്കത് നല്ലൊരു മേഖലയിലേക്ക് പോകാമായിരുന്നു, പക്ഷെ എനിക്ക് അതിനുള്ള പലതല ഗൈഡൻസ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് കയ്യിലുള്ളതെന്നുള്ളത് ഇനിയുള്ള തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉള്ളവർക്ക് നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി യൂസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഇൻഫോർമൽ ഗൈഡൻസിൽ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരം ഭീതി അല്ലെങ്കിൽ ഒരു പ്രഷർ ചിലപ്പോൾ അത് ജനറേറ്റ് ചെയ്യും കുട്ടികളിൽ. നമ്മളത് എഫക്റ്റീവായിട്ട് കൊടുത്തില്ലെങ്കിൽ, അതായത് വളരെ ഒച്ചയോടോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു എമ്പതി ഇല്ലാണ്ടൊക്കെ കുട്ടികളോട് പെരുമാറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും അതുകൊണ്ട് ഉണ്ടാവുകയുള്ളൂ. പിന്നെ പലരും ഈ ഗൈഡൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ അത് ഒരു പരിധിവരെ പലതും കുട്ടികൾക്ക് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും ഒക്കെ ആ ഒരു ഫേസ് ചെയ്തിട്ട് പോകാണ്ട് അതവരെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷെ അത് മാത്രമായിരിക്കില്ല നമുക്ക് എക്സ്പീരിയൻസ്, മാത്രമല്ലല്ലോ ലോകം. അപ്പൊ അവർക്ക് അവരുടേതായ വഴികളും അവരുടേതായ മേഖലകളും അവർക്കും കണ്ടെത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും, അറ്റ്ലീസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കേൾക്കുക, ഒരു ആക്റ്റീവ് ലിസണർ ആയിട്ട് നിന്ന് കേൾക്കുക. അല്ലെങ്കിൽ അവനോ അവളോ പറയാൻ വരുമ്പോഴേക്കും, നീ പറയാൻ വരുന്നത് എനിക്കറിയാം, നീ ഇതല്ലേ പറയാൻ വരുന്നത്, അല്ലെങ്കിൽ നീ ഇതല്ലേ ഉദ്ദേശിച്ചത്, അങ്ങനെയൊന്നും നടക്കില്ല എന്നൊക്കെ പറയാണ്ട് അറ്റ്ലീസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ക്ഷമ, അത് ഫോർമൽ കൗൺസിലേഴ്സിനെ പോലെ തന്നെ ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ളവരും ചുറ്റുപാടുള്ളവരോട് ഒക്കെ നമ്മളും അത് ഒരു രീതിയിൽ തന്നെ മിനിമം ഒരു ആക്റ്റീവ് ലിസണിങ് പ്ലസ് ഒരു എമ്പതി, അതുപോലെ തന്നെ നമ്മളത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമ്മൾ പറയുന്ന കാര്യങ്ങളും അങ്ങോട്ട് എടുക്കാനും ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കുക, നമ്മളത് കൺട്രോൾ കൊണ്ട് കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും അത് നടപടിയാകണമെന്നില്ല. അതാണ് അതിന്റെ ഒരു പേഴ്സണൽ അഡ്വൈസും ഒരു പ്രൊഫഷണൽ സപ്പോർട്ടും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ്. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ പോസ്റ്റർ, ഇതേതോ സിനിമയുടെ പോസ്റ്റർ ഒന്ന് വായിക്കാവോ? താരേ സമീൻ പർ. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും. അതിന്റെ ഒരു സിനിമയുടെ ഒരു പാതി എത്തുമ്പോൾ ഒരു ഡിസ്ലെക്സിയ കുട്ടിയെ അമീർ ഖാൻ, ഒരു ആർട്ട് ടീച്ചറായ അമീർ ഖാൻ നല്ല നേർവഴിക്ക് കൊണ്ടുവരുന്നതാണ്. അവൻ ഫാമിലി ആയിട്ടൊക്കെ കട്ട് ഓഫ് ചെയ്ത് വേറെ വഴിക്ക് അവനെല്ലാം ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തി അവനെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം അവനെല്ലാം നിർത്തി വേറൊരു ലെവലിലേക്ക്, ഒരു ഭയങ്കര ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമീർ ഖാൻ ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് പേരൻസിനോട് പറയുന്നുണ്ട്. പേരൻസ് അതുവരെ അറിയില്ല ഈ കുട്ടിക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നുള്ള ഒരു കാര്യം അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് അമീർ ഖാൻ വളരെ പണിപ്പെട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കി. എന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല.
അതിനുശേഷം അമീർ ഖാൻ തിരിച്ചു വന്ന് ആ ബോർഡിംഗ് സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ഫാദർ വന്നിട്ട് അമീർ ഖാനെ ഒരു വേറെ മുറിയിൽ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു ഹാഫ് ടൈമിലാണ് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, എന്റെ വൈഫ്, അത് 2008 ഉള്ള ടൈമാണ്, എന്റെ വൈഫ് ഇന്റർനെറ്റ് എല്ലാം സെർച്ച് ചെയ്തു, ഞങ്ങൾ ഡിസ്ലെക്സിയനെ പറ്റിയൊക്കെ മനസ്സിലാക്കി, എന്റെ കുട്ടിക്ക് അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്ന ഒരു സമയത്ത് അമീർ ഖാൻ ആ ഫാദറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സോളമൻ ഐലൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? സോളമന്റെ ഐലൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോന്ന്? ഹലോ, ഇല്ല സാറേ, ഇല്ല ഓക്കെ. ഇല്ല ഇല്ല. അപ്പോൾ സോളമൻ ഐലൻഡിനെ പറ്റി അമീർ ഖാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ആദിവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശവാസികൾക്ക് കുറച്ച് സ്ഥലം ക്ലിയർ ചെയ്ത്, അതായത് അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരാ പോയി ആ മരം, പച്ചയായ മരത്തെ വെട്ടാറില്ല. അവർ ആ മരത്തിന്റെ അടുത്ത് കൂട്ടമായി ചെന്ന് നിന്നിട്ട് ആക്രോശിക്കുകയും ചീത്ത വിളിക്കുകയും അതുപോലെ അതിൽ സ്പിറ്റ് ചെയ്യുക, തുപ്പുകയും അതിനെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത് ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ആ മരം തന്നെ വാടിപ്പോകുന്ന പറയുന്നത്, വലിയ മരങ്ങൾ. അതിനുശേഷം അത് പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷമാണ് അവരത് കട്ട് ചെയ്ത് മാറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഡയലോഗ് പറയുമ്പോൾ ആ ഒരു സീനാണ് എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ളതായിട്ടുള്ള ഒരു സീനാണ്. അതായത് നമുക്ക് നമ്മുടെ കുട്ടികളോട് നമ്മൾ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ അവരെ വേറെ ഒന്നും ചെയ്യണ്ട. ചില ഡയലോഗ്സ് മതി, ചില നമ്മുടെ എന്താ പറയുക എക്സ്പ്രഷൻസ് മതി, അവരുടെ ആ കോൺഫിഡൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് താറുമാറാക്കി കളയാൻ, അവരെ ഇല്ലാണ്ടാക്കി തന്നെ കളയാൻ ഇങ്ങനെയുള്ള ചില ആക്രോശങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ചില നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നത്, ഇത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, പലയിടത്തും ഉണ്ട്. ഇത് ഞാൻ പലരെയും എനിക്കറിയാം അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിലാണെങ്കിലും ഇപ്പൊ ഈ സ്റ്റിക്ക് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നത്. ആരെങ്കിലും നമ്മളെയൊക്കെ പേടിച്ചിട്ടല്ല കുട്ടികൾ പഠിക്കേണ്ടത്, നമ്മൾ അവരോട് കൂടെ ചേർന്ന് നിന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കുന്നില്ല എന്നുള്ളത് കാരണമല്ല, അതൊരു സിംറ്റമാണ്. അതിന്റെ അടിയിൽ വളരെ വേറെ എന്താണെന്നുള്ളത് നമുക്കത് അറിയാൻ പറ്റണം. അവൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? അപ്പൊ പഠിക്കുന്നില്ല എന്നുള്ളത് കംപ്ലൈന്റ് നമ്മൾ പറയുമ്പോൾ അത് എന്തുകൊണ്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ താഴെയുള്ള കാര്യങ്ങൾ എന്ന് നമ്മളത് ചൊഴിഞ്ഞ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് അതിന്റെ ഒരു സർഫസ് ലെവലിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിനു മുമ്പും പലരും പറഞ്ഞ പോലെ തന്നെ, അത് ജസ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു ഷോർട്ട് ടൈം ട്രീറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു ലൈഫ് ടൈം ഇമ്പാക്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരു കുട്ടി ജനിച്ച് നമുക്ക് ക്രാഡിൽ ടു ഗ്രേവ് എന്ന് പറയാം. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവന് വേണ്ട ഗൈഡൻസ്, അല്ലെങ്കിൽ അവൾക്ക് വേണ്ട ഗൈഡൻസ്, അത് കുട്ടി വളർന്ന് പ്രൊഫഷണൽ ആവുമ്പോഴും വേണം. ആ കുട്ടി വളർന്ന് കല്യാണം, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് അഡൽട്ടായി അവർക്ക് കുട്ടികളാവുമ്പോഴോ, അവർ വയസ്സായി സീനിയർ സിറ്റിസൺസ് ആവുമ്പോഴും എല്ലാ ടൈമിലും ഈ ഗൈഡൻസ് വേണം. അത് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 2-way പ്രോസസ്സാണ്. ചിലപ്പോൾ കുട്ടികളായിരിക്കുന്ന ടൈമിൽ നമ്മൾ ഗൈഡ് ചെയ്യും. ഇപ്പൊ ചില ഗ്രാൻഡ് പേരൻസിനെയൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ വരെ തിരിച്ചും അങ്ങോട്ട് ഗൈഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായി കഴിയുമ്പോൾ അവരെ നമ്മൾ അഡൽട്സ്, അവർക്ക് ഓർമ്മക്കുറവോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെയും നമ്മളായിരിക്കും ചിലപ്പോൾ നയിക്കുന്നത്. പ്രായമായവരെ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷെ ഇത് പലയിടത്തും അങ്ങനെ ഒരു റിലേഷൻ അങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പലർക്കും പറ്റാറില്ല. അപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു 70 വയസ്സായ ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മകനും ഭാര്യ കല്യാണം കഴിഞ്ഞ മക്കളായി, ആ മക്കളും സ്കൂളിൽ പോകാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും അദ്ദേഹം അത്രയും വയസ്സായ ഒരു മനുഷ്യൻ ഒരു കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ അദ്ദേഹം വണ്ടി ഓടിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റിയറിംഗ് വീൽ എന്ന മകനെ ഏൽപ്പിക്കുകയോ, ആ മകനെ ഒന്ന് കൂട്ടിയിരുത്തി ഡ്രൈവ് ചെയ്യിക്കുകയോ, മകനെ ഒരു സ്പേസും അദ്ദേഹം കൊടുക്കില്ല. ആ ഒരു പ്രായത്തിൽ പോലും ആ മകനെ ചീത്ത വിളിക്കാനും ഒക്കെയാണ് അദ്ദേഹം നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? അവൻ എനിക്ക് തോന്നുന്നു ഒരു 40 വയസ്സിനോട് അടുത്തായപ്പോഴേക്കും അവന്റെ വഴി തേടി യു കെയിൽ പോയി അത്യാവശ്യം പൈസയൊക്കെ കൊടുത്ത് നല്ല മീൻസ് എനിക്ക് തോന്നുന്നു കെയർ ടേക്കർ ആ ഒരു പ്രൊഫഷനൊക്കെ ചൂസ് ചെയ്ത് വൈഫിനെയും കൊണ്ടുപോയി മക്കളെയും കൊണ്ടുപോയി അവരവിടെ അങ്ങ് സെറ്റിലായി. ഇപ്പൊ അവിടെ വീടൊക്കെ മേടിച്ച്. അപ്പൊ അത് പോകാനുള്ള ഒരു കാരണം, അവര് നാട്ടിൽ മീൻസ് കർണാടകയിൽ വളരെ നല്ല രീതിയിൽ കൃഷിയും കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. അപ്പൊ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം നല്ല കൃഷിയുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുന്നു 2-2.5 വർഷം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ അവിടെ വീട്ടില് ആ കാർന്നവരും വയസ്സായ അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. വളരെ ഇപ്പോൾ അവരതിന് പശ്ചാത്തപിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുണ്ട്, ഇങ്ങനെ ചെയ്തായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു.
പക്ഷെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ വലിയ കാര്യമുണ്ടെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ടൈമിൽ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി പശ്ചാത്തപിക്കാൻ പോയിട്ട് ഉള്ള അവസരം വരാണ്ടിരിക്കാൻ അത് ചെയ്യേണ്ട സമയത്ത് തന്നെ നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഗൈഡൻസിന്റെ നമ്മളൊരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കൺട്രോൾ ചെയ്യാനല്ല. ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരാൾ ആരെയാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്, അവനിൽ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക. അതായത് അവന്റെ സ്ട്രെങ്ത്തും അവന്റെ ലിമിറ്റേഷൻസും നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇതില് ഇപ്പൊ ഇവിടെ ഈ ആറയില് ഈ ഇവിടുത്തെ മൈസൂര് ഇപ്പൊ എപ്പോഴും പറയുന്ന കഥയാണ്, നമ്മളോട് പറയുന്ന കഥയാണ്. ഹനുമാൻ ലങ്ക ചാടി കിടക്കാൻ പോകുമ്പോൾ മടിച്ചു നിൽക്കുന്നതും, എന്നിട്ട് ഹനുമാനെ ആരാണ് ഗൈഡ് ചെയ്തത്? മീൻസ് നിനക്കത് പറ്റും, നീ സൂര്യനെ തേടി പിടിക്കാൻ പോയതാണ് ചെറുപ്പകാലത്ത്, അപ്പൊ നിനക്ക് ഈ പറയുന്ന ലങ്ക വലിയൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ജാംബവാനാണ് ഹനുമാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനിലുണ്ട് അത്. അപ്പൊ അവനിൽ ആ സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പക്ഷെ ആ ഒരു കാര്യം അവന് ചെയ്യാൻ പറ്റുമോ എന്ന് സംശയിച്ചു നിന്ന സമയത്ത് അവനിൽ ആ കോൺഫിഡൻസ് കൊടുക്കുകയും അത് ആ ഒരു കാര്യം ഹനുമാൻ അത് തന്നെ ചെയ്യാൻ പറ്റുകയും ചെയ്തത്. അതിനായിട്ട് ചൂസ് ചെയ്ത് അത് വാനരസേന തന്നെ ഉണ്ട് അന്നേരം. പക്ഷെ അന്നേരം ആ ജാംബവാൻ ചൂസ് ചെയ്ത് ഹനുമാനെയാണ്. കാരണം ജാംബവാൻ അറിയാം ഈ കാര്യം ചെയ്യാൻ ഹനുമാനെ പറ്റുള്ളൂ, ബാക്കിയുള്ള വാനരസേനയിൽ പറ്റിയ ആർക്കും അതിനുള്ള കഴിവില്ല എന്നുള്ളത് അറിയാം. കറക്റ്റായിട്ട് അത് ഐഡന്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ അവനെ അതിന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവനെ ആ കഴിവുകൾ ഒന്നോടെ ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് അവന്റെ സ്ട്രെങ്ത്, അവന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് സ്ട്രെങ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഹനുമാൻ അത് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് അക്സെപ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അക്സെപ്റ്റിംഗ് വാട്ട് വി കനോട്ട് ചേഞ്ച്, വാട്ട് കനോട്ട് ബി ചേഞ്ച്ഡ്. നമ്മളിൽ പലർക്കും പലതര ചിലപ്പോൾ അത് ഫിസിക്കൽ ലിമിറ്റേഷൻസ് ആകാം, പലതരം ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ലിമിറ്റേഷൻസ് നമുക്ക് അതിനെപ്പറ്റി നമ്മളത് പശ്ചാത്തപിക്കുകയോ അയ്യോ എനിക്കത് ഇല്ലല്ലോ എന്ന് പറയാണ്ട് നമ്മളതിൽ സെൽഫ് അവെയർ ആവുക. ഓക്കെ, എനിക്കിതില്ല, അപ്പൊ ഇനി എന്താ ചെയ്യാൻ പറ്റുക? അപ്പോഴാണ് നമ്മൾ കാണുന്നത് കാലില്ലാത്ത ഒരു കാർ ഓടിക്കുന്നതും അല്ലെങ്കിൽ കൈയില്ലാത്തവര് ആ സ്റ്റിയറിംഗിലും അല്ലെങ്കിൽ ക്ലച്ചിലും ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അവരത് ചെയ്തുകൊണ്ട് പോകുന്നതും കൈയില്ലാത്തവര് പടം വരയ്ക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്, കാശ്മീരിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് 2 കൈകളും ഇല്ല, കാലുകളും ഇല്ല. അപ്പൊ ആ കുട്ടി എനിക്ക് തോന്നുന്നു ഒരു ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പാരാഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത് മെഡൽ വാങ്ങിക്കുന്ന വളരെ നല്ലൊരു വീഡിയോ ഞാൻ നാളെ കണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി, അക്സെപ്റ്റ് ചെയ്തു ആ കുട്ടി, എനിക്ക് ഇതില്ല, അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇല്ലാത്തതിനെ പറ്റി ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കാണ്ട് ഇല്ലാത്തതിനെ എനിക്ക് എങ്ങനെ അതെന്റെ പോസിറ്റീവ് ആക്കി എടുക്കാമെന്ന് ഒരു ചിന്ത നമ്മളിൽ വന്നെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇന്ന ലിമിറ്റേഷൻസ് ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഓവർകം ചെയ്യാം. അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്കെ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കണമെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ അത് ഈ 2 കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ വരുന്നതാണ് സെൽഫ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും സെൽഫ് അക്സെപ്റ്റൻസും. അപ്പൊ ഈ സെൽഫ് അക്സെപ്റ്റൻസ് തന്നെ ഞാൻ കണ്ട വേറൊരു കാര്യം ഞാൻ പറയാം. ഒരു കുട്ടി വളരെ പരിമിതമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ആ കുട്ടിക്ക് പൈലറ്റ് ആവണം. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പൈലറ്റ് ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1 കോടി രൂപയുടെയെങ്കിലും ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അത് സ്പോൺസേഡ് പ്രോഗ്രാം ആണെങ്കിൽ 1 കോടി 25 ലക്ഷം 1.5 കോടിയൊക്കെ ഉള്ള എമൗണ്ട് വേണം. അപ്പൊ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ആ കുടുംബത്തിലില്ല. അപ്പോൾ ആ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു ഓപ്ഷൻ കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ NDA എക്സാം ഒക്കെ ക്ലിയർ ചെയ്യൂ, അപ്പോൾ നിനക്ക് അത് ഫ്രീ ആയിട്ട് പഠിക്കാം. അപ്പൊ അതിനും ആ കുട്ടി വില്ലിങ് അല്ലായിരുന്നു. അപ്പൊ അതൊരു അക്സെപ്റ്റൻസ് അല്ല. അപ്പൊ അതിനെ വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി എടുത്ത് അതിനെയൊന്നും ആ കുട്ടിയൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ഇല്ലെങ്കിൽ അതായത് ആ കുടുംബത്തിന് പൈസ കൊടുത്തു പോയി ആ കുട്ടിയെ പഠിപ്പിക്കാനുള്ള ഒരു രീതിയിലുള്ള കഴിവില്ല ആ ഒരു ഇതില്. അപ്പൊ ആ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് അത് ആ കൊടുക്കുന്ന ആൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സെൽഫ് ഡയറക്റ്റിംഗ്, മേക്കിംഗ് ചോയ്സസ് ആൻഡ് സോൾവിംഗ് പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും സെൽഫ് അക്സെപ്റ്റൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സെൽഫ് ഡയറക്ഷൻ, ഓക്കെ ചോയ്സ്, അവന്റെ പരിമിതമായ സിറ്റുവേഷനിൽ ഓക്കെ എനിക്കിത് എന്റെ കുടുംബത്തിന് ഇത് ഇപ്പോൾ പറ്റില്ലെങ്കിൽ ഞാനിത് എന്റെ രീതിയിൽ പഠിച്ചിട്ടാണെങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്റെ ഇപ്പൊ പൈലറ്റ് ആവണമെങ്കിലാണെങ്കിലും 4-ലൊക്കെ ആണെങ്കിലും ഒക്കെ പോയാലും 30-35 വയസ്സ് കഴിഞ്ഞാലും അവരുടെ ഒരു ജോലിയിൽ നിന്ന് പലരും പോയി നമ്മുടെ നാട്ടിൽ വെറും സാധാരണക്കാരായി നിന്നവർ പോലും പഠിച്ച് അവിടെ പോയിട്ട് വിമാനം ഉണ്ടാക്കിയവർ വരെ ഉണ്ട്. ഒരു ബിടെക് ഡിഗ്രി ആയിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് വിമാനം ഉണ്ടാക്കി ആ വിമാനത്തിൽ സഞ്ചരിക്കുന്നവർ വരെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു സെൽഫ് ഡയറക്ഷൻ, ഓക്കെ എനിക്കത് ഇപ്പൊ പറ്റില്ലെങ്കിൽ ഞാനത് ഒരു ഇച്ചിരി നേരത്തേക്ക് ഹോൾഡ് ചെയ്യാം എന്റെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിന് പ്രാപ്തി വരുമ്പോൾ എന്നാലും ആ ആഗ്രഹത്തെ കെടാതെ സൂക്ഷിക്കാനും അത് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്തോളാം എന്നുള്ള സെൽഫ് ഡയറക്റ്റീവ് തോട്ട്
പ്രോസസ്സിലേക്ക് ആ കുട്ടിക്ക് വരാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, സെൽഫ് അക്സെപ്റ്റൻസോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു ചോയ്സ് എടുക്കാനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും കോൺഫിഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും ഒക്കെ അങ്ങനെയുള്ളവർക്ക് അത് പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളെ കൊണ്ട് സ്വയം വഴി കണ്ടെത്തിക്കുകയാണ്. അല്ലാണ്ട് വഴി പറഞ്ഞു കൊടുത്ത് ഈ വഴി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് അല്ല നമുക്ക് വേണ്ടത്. എന്ത് കാര്യത്തിനും ഒരു കുട്ടി നമ്മളുടെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്റെ പെർമിഷനോട് കൂടി ചെയ്യാവുള്ളൂ എന്ന് പറയാണ്ട് ആ കുട്ടിക്ക് അതിനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനും ഒരു വഴി കണ്ടെത്താനും. ഓക്കെ, വഴി കണ്ടെത്തിയാലും അത് ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുള്ളതും പറഞ്ഞു കൊടുക്കണം. എന്നാലും അതിനുള്ള ഒരു ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ കൂടെ കൊടുക്കുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിന് ഫസ്റ്റ് നമ്മൾ ഈ അവനിലൊരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഈ സെൽഫ് അക്സെപ്റ്റിംഗ് ബിഹേവിയറും കൊണ്ടുവന്നാൽ മാത്രമേ അവൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ പോയി ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് ഫാൻസി ഡിസിഷൻ അല്ലെങ്കിൽ കൂട്ടുകാരെടുക്കുന്ന ഒരു തീരുമാനം, ഓക്കെ എനിക്ക് ആ വഴി പോയാൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുന്നത്, ഒരു ഇൻസിഡന്റ് ഒന്ന് ഓർത്തെടുക്കാവോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസിന്റെ കാര്യം പറഞ്ഞു, തുടക്കത്തിൽ അമ്മ തന്നതും നാഗേഷ് സാറിന്റെ അച്ഛൻ തന്ന ഗൈഡൻസിന്റെ കാര്യമെല്ലാം പറഞ്ഞു. ഇനി ഒരു നിമിഷം കണ്ണടയ്ക്കാതെയോ ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്യാവോ? നിങ്ങൾ ആർക്കെങ്കിലും നല്ലൊരു എഫക്റ്റീവ് ഗൈഡൻസ് കൊടുക്കാനും ആരുടെയെങ്കിലും ലൈഫിൽ ഒരു ചേഞ്ച് വരുത്താനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാവോ? ആരുമില്ല? ഞാൻ പറയാം, എൻ്റെ കൊച്ചുമക്കൾക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ മാത്രമല്ല, അവരുടെ എൻ്റെ മകളും ഹസ്ബൻഡും അവരും നല്ല ഗൈഡൻസ് ആണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവര് ചെറുപ്പത്തിലും ഫോണൊന്നും കൊടുക്കത്തേയില്ല, അവര് പുറത്താണ്. പക്ഷെ എന്നാലും ഫോണെന്ന് പറയുന്ന ഒരു കാര്യം കൊടുക്കാറേ ഇല്ല. അപ്പൊ അവർക്ക് അതിനോടൊരു ക്രേസ് ഇല്ല. പക്ഷെ ദാറ്റ് മീൻസ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് ടൈം പേരൻസ് ഹാവ് ടു സ്പെൻഡ് വിത്ത് ദ ചിൽഡ്രൻ. അപ്പൊ അതൊരു ചോയ്സ് ആണ്, അവർ ആ ഒരു ചോയ്സ് എടുത്തു. പക്ഷെ ചുറ്റുമുള്ള എല്ലാവരും തീരെ കുഞ്ഞിലെ തന്നെ ഫോണൊക്കെ കൊടുത്ത് അങ്ങനെയായിരുന്നു എന്റർടൈൻ ചെയ്യുന്നത്. ഇതങ്ങനെ കൊടുക്കുകയേ ഇല്ലായിരുന്നു. പക്ഷെ അത്രയും സമയം ഇവരുടെ കൂടെ ഓരോന്നിനും സമയം എടുത്ത് സ്പെൻഡ് ചെയ്ത് അങ്ങനെ. അപ്പൊ ഞാനും അവിടെ പിള്ളേരുടെ അടുത്ത് പോയി നിൽക്കുമ്പം ഒത്തിരി കൂടുതൽ വായിച്ചു കൊടുക്കുകയും അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിലേക്കൊക്കെ വന്നപ്പോ ഇപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലതായിട്ട് വായിക്കുകയും ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പൊ അങ്ങനെ നല്ലൊരു ഗൈഡൻസ് അവിടെ കൊടുക്കാൻ പറ്റിയത് കൊണ്ട് ആ പിള്ളേര് വളരെ നല്ല ലെവലിൽ തന്നെ അവരുടെ ഏജിനെക്കാട്ടിലും മുകളിലായിട്ടുള്ള ലെവലിൽ തന്നെ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പൊ അത് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ഗൈഡൻസ്. മക്കള് നമ്മൾ എങ്ങനെയാണ് നയിച്ചു എന്നിട്ട് പോലും ഫോൺ തീരെ ആ, കൊടുക്കലില്ല. വേറെ പറഞ്ഞോളൂ. സാർ മക്കൾ ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. അക്സത്ത്, എന്റെ കൂടെ ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുക്കാൻ വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, നസീറ. അവളെ ഞാനാണ് ലൈബ്രറിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പൊ അവള് എടുക്കണ ബുക്സുകളൊക്കെ മദർ തെരേസ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, പിന്നെ മെഡിസിൻ ഫീൽഡായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ബുക്സുകളാണ് അധികം എടുത്ത് വായിക്കുക. അപ്പൊ അവള് +2 നല്ല മാർക്കോടെ പാസ്സായി. എന്നിട്ട് അവളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഇനി ഞാൻ എന്ത് ഫീൽഡ് ഞാൻ ചൂസ് ചെയ്യണം. എന്റെ പേരൻസിനോട് അന്വേഷിച്ചപ്പോ അവരധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ കൂട്ടത്തിലാണ്. നിനക്ക് എന്താ പിന്നെ വേണ്ടത്, അത് നീ ചൂസ് ചെയ്തോളൂന്ന് എന്റെ പേരൻസ് പറഞ്ഞു. അതിപ്പോ എനിക്ക് ആ കൺഫ്യൂഷൻ, ഞാൻ ഏത് ഫീൽഡിലേക്ക് പോകണം എന്ന്. അപ്പൊ ഞാൻ അവളുടെ എടുക്കുന്ന ബുക്സുകളുടെ ആ തരം മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് പിന്നെ നഴ്സിംഗ് ഫീൽഡ് വിജയിക്കും, നീ ഒരു നഴ്സ് ആവാനുള്ള ആ ഒരു പിന്നെ സ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞു. അവളതങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു. അവളിപ്പോ ഇന്ന് 6 മാസം കൂടി ഉള്ളു അവളുടെ പഠിപ്പ്. ഇപ്പൊ ഇന്റേൺഷിപ്പിലാണ്. നല്ലൊരു നഴ്സായിട്ട് അവള് ഇറങ്ങാൻ പോവാണ്. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. സാറിന്റെ ഈ പിന്നെ സെഷനും കൂടി അത് ചേർത്ത് വായിച്ചപ്പോ എനിക്ക് വല്ലാത്ത ഒന്നും കൂടി ഹാപ്പിയായി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ മേഡത്തിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആ കുട്ടിയും അത് മനസ്സിലാക്കി. അതുപോലെ തന്നെ ആ ഒരു എവിടെയെങ്കിലും ഒക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യേണ്ട വരുമ്പോൾ മേഡത്തിന്റെ പേരായിരിക്കും ആദ്യം പറയുക. എനിക്കിങ്ങനെ ഒരു മേഡത്തിന്റെ പേരെന്താ? അക്സത്ത്. ഓക്കെ മാം,
നസ്രത്ത്. അഫ്സത്ത്. ഓക്കെ മാം, എന്തോ ക്ലാരിറ്റി വരുന്നില്ല. അപ്പൊ മാം ആണ് എന്നെ ഈ ഒരു വഴിയിലേക്ക് തിരിച്ചു വിട്ടത്. നാം കുട്ടിയും ഒരു റിഫ്ലക്ഷൻ ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള ഒരു ഒരു അവസരം ഉണ്ടാവും ആ കുട്ടിക്കാണെങ്കിലും. വളരെ നല്ലൊരു കാര്യം മാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന ഗൈഡൻസ്. ഇപ്പൊ മാം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പറഞ്ഞത് എലിസബത്ത് മാം ആണോ കുട്ടികളുടെ ഗൈഡൻസ് കൊടുക്കാനും അവരിൽ വന്ന ഒരു ചേഞ്ചസും ഒക്കെ മാം പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ മാമും പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഒന്ന് റിഫ്ലക്ട് ചെയ്യാനുണ്ടോ? നമുക്കൊന്ന് 2-3 മിനിറ്റ്സ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ഞാൻ പറയൂ, ആരാണ്? ഞാന് എൻ്റെ ഫാമിലിയിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല 10ാം ക്ലാസ്സൊക്കെ പാസ്സായ. അപ്പം ഫാമിലിയിൽ എല്ലാവർക്കും അറിയായിരുന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റിലേറ്റീവ്, അവരുടെ മോന്, അവർക്ക് എൻട്രൻസ് ഒക്കെ എഴുതി എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ വിടാനായിരുന്നു താല്പര്യം. പക്ഷെ ഈ പയ്യന് ഫിസിക്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവർക്ക് പക്ഷേ അതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലാത്തത് കാരണം ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്. എൻ്റെ അടുത്ത് ആക്ച്വലി അഭിപ്രായമല്ല ചോദിച്ചത്, അവനെന്ത് പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ള രൂപത്തിലാണ് വന്നത്. അന്ന് എനിക്ക്, ഞാനൊരു ജോലിയിലൊക്കെ കയറി 3-4 വർഷം ആയുള്ളൂ, ഒരു 25-26 ഇയേഴ്സ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ ഞാൻ ഈ പയ്യനോട് സംസാരിച്ചപ്പോൾ അവന് ഫിസിക്സ് ഭയങ്കര താല്പര്യമാണ്, അത്യാവശ്യം നല്ല സ്കോറും ഉണ്ട് മാത്സിനും ഫിസിക്സിനും ഒക്കെ. അവന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ജോയിൻ ചെയ്യാനായിരുന്നു പ്ലാന്. അങ്ങനെ ഇവരോട് ഞാൻ സംസാരിച്ച്, പാരന്റ്സിനോടൊക്കെ സംസാരിച്ച് ഞാൻ പറഞ്ഞു അവന് ആ കോഴ്സിന് പോകട്ടെ, അത് ഇപ്പം ഫിസിക്സ് എടുത്താലും പിന്നീട് M.Tech ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പിന്നീട് വേണമെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ച് അവന് അതിന് ജോയിൻ ചെയ്ത്, അതിനുശേഷം അവന് PG എടുത്ത്, പിന്നെ അതിനുശേഷം ഇപ്പം ന്യൂസിലാൻഡിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്, PhD എടുത്തു, ഇപ്പം വളരെ നല്ല ജോലിയാണ്, അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവര് നമ്മൾ ഈ വെഡിങ് ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്തും ബാക്കിയുള്ളവർക്ക്, എന്താ ഇവന് അവിടെ പോവാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സന്തോഷമുള്ള കാര്യമാണ്. വളരെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാനുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അബ്ദുൽ സാർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിനോട് ചേർത്ത് വായിച്ച് ഞാൻ വേറൊരു നെഗറ്റീവ്, എനിക്കൊരു ഗൈഡൻസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു എയർഫോഴ്സിലായിരുന്ന സമയത്ത്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതായിരുന്നു തോന്നുന്നു എന്റെ ഫസ്റ്റ് കരിയർ ഗൈഡൻസിൽ ഞാൻ കൊടുത്തതെന്ന് തോന്നുന്നു. അതായത് ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോട് ആ ഒരു സ്ഥലത്തു നിന്നായിരുന്നു, എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. അവൻ ജോയിൻ ചെയ്തത് വളരെ താഴ്ന്ന ഒരു പോസ്റ്റിലേക്കാണ്. അപ്പൊ ജോയിൻ ചെയ്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ ആ കുട്ടിക്ക് തിരിച്ചു പോകണം. അപ്പൊ ഇങ്ങനെ എയർഫോഴ്സിൽ വന്നിട്ട് തിരിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കൊരു മീൻസ് എന്തോ സിസ്റ്റം ശരിയല്ല, അതുകൊണ്ടാണ് അവൻ ഓപ്റ്റ് ചെയ്യുന്നത് ഒരു റിഫ്ലക്ഷൻ വരും. അവിടുത്തെ ആ സ്ക്വാഡ്രന് നല്ലതല്ല ഒരു ഇത്രയും കുട്ടികൾ തിരിച്ചു പോകുന്നു എന്ന് പറയുന്നത്. ഈ കാര്യത്തെ പറ്റി അബ്ദുൽ സാറും സജിത് സാറൊക്കെ നമ്മൾ മിനിഞ്ഞാന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് നമ്മളെങ്ങനെയാണ് കുട്ടികളെ പിടിച്ചു നിർത്തുന്നത്, ഇത് ഈ ലോകത്തുള്ള ഏറ്റവും നല്ല സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കുട്ടി മലയാളി ആയതുകൊണ്ട് എന്നെ പ്രത്യേകം, ഞാൻ ആ സ്ക്വാഡ്രനിലല്ല വർക്ക് ചെയ്യുന്നത്, എന്നെ പ്രത്യേകമായിട്ട് വിളിച്ചു. നീ ഈ കുട്ടിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവനെ ഒന്ന് ഇവിടെ സ്റ്റേ ചെയ്യിക്കുക, കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറയാൻ പറഞ്ഞു. അപ്പൊ ചില കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആദ്യം ഒന്ന് ഇപ്പൊ എയർഫോഴ്സിൽ വന്നു, ആ ഒരു മിലിറ്ററി എന്താ പറയുന്നത് റെജിമെന്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും. അപ്പൊ അവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യിക്ക്, കുറച്ച് ദിവസം ഒന്ന് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ആണ് എന്നെ പറഞ്ഞത്. അപ്പോൾ കേൾക്കാവോ? കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ വിട്ടു. ഞാൻ ചെന്ന ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടും ആ കുട്ടിയുടെ അപ്പനും അമ്മയും എല്ലാം ഗവൺമെന്റ് സർവൻസ് ആണ്, നല്ല രീതിയിൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ്. കുട്ടിയുടെ പെങ്ങളാണെങ്കിലോ MBBS പഠിക്കുവാണ്, ഇവനാണെങ്കിലും എഞ്ചിനീയറിംഗിന് പോകണമെന്നാണ്. അപ്പോൾ അവന് ചോദിച്ചു, ഞാൻ നിനക്ക് ഇതിൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അപ്പൊ അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് ഇന്ന് തന്നെ പോകണമെങ്കിൽ ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയൊന്ന് ട്രെയിനിങ്ങിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തിരിച്ചു വിടുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമല്ല. ഒരു മെയിൽ അയച്ചിട്ട് ആ മെയിലിന് റിപ്ലൈ വന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട്, നിന്റെ ഡിസിഷനിൽ തന്നെ നിന്നു. ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴും ഇപ്പൊ ഞാൻ നിന്നെ ക്യാൻവാസ് ചെയ്യാൻ അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിർത്താൻ നിനക്കൊരു സപ്പോർട്ട് തരാൻ വേണ്ടി വന്നതാണ്, നീ നിന്റെ ഡിസിഷനിൽ തന്നെ ഉറച്ചു നിന്നോളാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോഴും ഈ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിന്നെയും പലരും ചോദിക്കും, ഒരാഴ്ച ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയും. നീ അത് നിൽക്കണ്ട, നീ അത് കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയർ ആയിട്ടാണെങ്കിൽ നിനക്ക് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാം, ഓക്കെ, നീ അത് കംപ്ലീറ്റ് ആയിട്ടാണെങ്കിൽ നിനക്ക് അത് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടീനെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഇതിപ്പോ ഞാൻ അബ്ദുൽ സാർ പറഞ്ഞ ആ കാര്യം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇനി ഒരു ജസ്റ്റ് ഒരു കോട്ടാണ് ഇത്. ഞങ്ങൾ പഠിക്കുന്ന ബുക്കിന്റെ ഫ്രണ്ട് കവറിന്റെ ബാക്കിലുള്ള എഴുതിയിരിക്കുന്ന ഒരു കോട്ടാണ്.
ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ? വായിക്കാം. Children ഓക്കെ. are given to us on loan for a very short period of time. They come to us like a packets of flower seeds with no pictures on the cover and no guarantees. We do not know what they will look like, act like, or have the potential to become. Our job, like the gardeners, is to meet their needs as best as we can, to give proper nourishment, love, attention, and care, and to hope for the best. Catherine. കാതറിൻ കരസെ. വെരി ഗുഡ് മാം. താങ്ക് യു മാം. താങ്ക് യു. ഈ ഒരു കാര്യമാണ് എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് എന്നെ വളരെ ടച്ച് ചെയ്തൊരു കോട്ടാണിത്. അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, നമുക്ക് ആ കുട്ടികളായിട്ടിരിക്കുന്ന ഒരു പീരീഡേ ഉള്ളൂ. ആ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മളെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവരുടെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. ഒരു ചെറുപ്രായമായാലും ചിലപ്പോൾ അവർ വേറെ ഇൻഫ്ലുവൻസിലൊന്നും പോവില്ല, അവർക്ക് അറ്റാച്ച്മെന്റ് നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അവർ ആ കുട്ടികളായി നിൽക്കുന്ന സമയത്ത് നമുക്ക് അറ്റാച്ച്മെന്റോ ബോണ്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും ആ കുട്ടികൾ നമ്മുടെ അടുത്ത് പിന്നെ വന്നെന്നില്ല. അതിപ്പോ കുട്ടികളാകട്ടെ മൃഗങ്ങളാകട്ടെ എന്താണെങ്കിലും അത് സെയിം ആയിരിക്കും, ജീവനുള്ള എന്താണെങ്കിലും. അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ആ കുട്ടികളിലൊന്നും ഒരു ഗ്യാരണ്ടി ആയിട്ടല്ല. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ ഇത് എത്ര വർഷം വർക്ക് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം ആണെങ്കിൽ ആ ഒരു കടക്കാരൻ പറയില്ല. ചിലപ്പോൾ ഒരു നല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ പറയും ഒരു 6 മാസമൊക്കെ ഗ്യാരണ്ടി തരാമെന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ 1 വർഷം ഗ്യാരണ്ടി. ഇതിലൊന്നും ഒരു ഗ്യാരണ്ടി നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. വിത്തൗട്ട് എക്സ്പെക്ടേഷൻ വി ഹാവ് ടു ഡീൽ വിത്ത് ദം. അപ്പൊ അവരെങ്ങനെ ആവുമെന്നോ എങ്ങനെയായിരിക്കും അവര് ഭാവിയിൽ എങ്ങനെയായിരിക്കും അവരെ കാണാനെന്നോ അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ പൊട്ടൻഷ്യൽ ഒന്നും നമുക്കറിയില്ല. നമ്മുടെ ജോലി അതിനെപ്പറ്റി ഒന്നും വേവലാതിപ്പെടാതെ നമ്മുടെ ജോലി ഒരു പൂന്തോട്ടക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനെ പോലെ അവർക്ക് വേണ്ട വെള്ളവും വളവും പ്രോപ്പർ നറിഷ്മെന്റും അതുപോലെ തന്നെ സ്നേഹവും ഒരു തൊട്ട് തലോടലും ഒക്കെ. ഈ തലോടലിനൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു കുട്ടിയൊന്നും തലോടാൻ ചെന്ന് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അതേസമയം ആ തലോടലൊക്കെ നേരത്തെ മുതൽ കൊടുത്ത് ആ രീതിയിലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്നും നമ്മളെയും ഓർത്തിരിക്കും. ഇപ്പൊ മാം പറഞ്ഞ പോലെ ഒരു കുട്ടി നേഴ്സിംഗിന് പോയി ആ കുട്ടിക്ക് ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ ആ കറക്റ്റ് ടൈമിൽ മാമിന് അത് ചെയ്യാൻ പറ്റിയ പോലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എലിസബത്ത് മാം എന്ന് പറഞ്ഞു, കുട്ടികളുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിന്റെ കാര്യം പറഞ്ഞു, അബ്ദുൾ സാറ് പറഞ്ഞു. ഇതുപോലെ ഒരു പ്രോപ്പർ നറിഷ്മെന്റ് ആണ് വേണ്ടത്. അവരുടെ വളർച്ചയ്ക്ക് അവർ വളർന്നോളും. അതിന് വേണ്ട നറിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അതേസമയം നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ചൂടുവെള്ളം ഒഴിക്കുക, അതായത് നമ്മുടെ ചൂടൻ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് അതിനെ വാടി പോവുകയുള്ളൂ. പിന്നെ അവരുടെ കോൺഫിഡൻസ് ഇല്ലാണ്ട് വരിക. ഇപ്പൊ അങ്ങനെ പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പേരൻസ് ഭയങ്കര ഓവർ കെയറിങ് ആയിട്ട് ഓവർ പാമ്പറിങ് ഒക്കെ ചെയ്തു വരുന്ന കുട്ടികളിൽ വളരെ കുറവാണ് സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ എന്നിട്ട് പറയും കോൺഫിഡൻസ് ഇല്ല അവൻ എങ്ങനെയില്ല. കാരണം അവന്റെ കോൺഫിഡൻസ് എക്സിബിറ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ കൊടുത്തിട്ടില്ല. റിലേറ്റീവ്സ് വരുമ്പോഴോ ഒക്കെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയാ പറയുന്നത്. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവനെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ അവൻ ആവറേജ് ആണ്. അതേസമയം നമ്മൾ അവർ ഇച്ചിരി ലാഗ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മളത് അവരെ ഉയർത്തിക്കൊണ്ട് വരണം. അവൻ നല്ല രീതിയിലാണ് ചെയ്യുന്നത്, അവൻ വർക്ക് ചെയ്യുന്നുണ്ട്, അവന് ഇച്ചിരി കഴിഞ്ഞാണെങ്കിലും അവനത് കയറി പോന്നോളും എന്നുള്ളൊരു ചിന്തയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ അറ്റ്ലീസ്റ്റ് അവരുടെ മുമ്പിലെങ്കിലും വെച്ച് ഒക്കെ ചെയ്യാൻ പറ്റിയാൽ അതിന് വളരെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെയല്ല. നമ്മളത് വിചാരിക്കും ഒക്കെ അവരുടെ മുമ്പിലല്ല, നമുക്ക് വേറെ ആരോടെങ്കിലും അവരെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാം. പക്ഷെ എങ്ങനെയെങ്കിലും അങ്ങനെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായി അവരുടെ മുമ്പിൽ വരുമ്പോഴും നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ മുഖം അല്ലെങ്കിൽ അത് കണ്ടാൽ മതി, അവർക്കത് മനസ്സിലാവും. അപ്പൊ ദേ ആർ വെരി ബ്രില്യൻറ്റ്, വെരി വാട്ട് യു സേ എനർജറ്റിക്. അവർക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ ജോലി, അതായത് നമുക്ക് അവർക്ക് ബെസ്റ്റ് എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക. നറിഷ്മെന്റ്, വെള്ളവും വളവും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ആ സമയത്ത് കൊടുത്ത് പോവുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ടോപ്പിക് നിർത്തുവാണ്. ഓക്കെ, താങ്ക് യു ഫോർ കോഫി ടോക്ക് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഓവർ ടു ദ ചെയർമാൻ. താങ്ക് യു സർ. താങ്ക് യു സാർ. കുട്ടികളുടെ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അവരുടെ വളർച്ച, അവരുടെ ഭാവി, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നത്. എന്തായാലും വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻസും അതോടൊപ്പം തന്നെ കുട്ടികളെ എങ്ങനെയൊക്കെ വളർത്താം, അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ കണ്ടെത്താനും ആ കഴിവുകൾക്ക് അനുസരിച്ച് അവരെ മുന്നോട്ട് നയിക്കാനും നമ്മൾ ഓരോ പാരൻസിനും കഴിയണം എന്നുള്ളൊരു നല്ലൊരു ചിന്തയാണ് ഇവിടെ അദ്ദേഹം പാകി തന്നത്. എനിവേ, നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം. ഫ്ലോർ ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. രഞ്ജിത്ത് സർ, എക്സലന്റ് സെഷൻ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് സാറ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിനെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നാൽ ഞാൻ എൻ്റെ 2 മക്കളും നല്ലൊരു
നിലയിലെത്തിയിട്ടുണ്ട്. അതിന് കാരണം അവരെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തത്. ഞാനൊരു എംപ്ലോയി ആണ്. അപ്പോൾ ഡൊണേഷൻസും ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ട ബാക്കി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ട് രണ്ടുപേരും മെറിറ്റിൽ തന്നെ ഒരാൾ എഞ്ചിനീയറും ഒരാൾ ഡോക്ടറുമായി. അതെന്ന് പറഞ്ഞാൽ ആ ചെറുതിരിക്കമ്മൻ അവർക്ക് വേണ്ട ബാക്കി എൻവയൺമെന്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ്. അപ്പൊ സാർ ഇന്ന് പറഞ്ഞ ആ കുറെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. എന്നും കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് എന്താണ് നിങ്ങൾ സ്കൂളിൽ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചെങ്കിൽ തന്നെ ആ കുട്ടികൾക്ക് ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ ഞങ്ങളിപ്പം ഞാൻ ചെയ്യുന്ന മക്കളൊക്കെ വലുതായി, വേറെ കുട്ടിക്ക് ഇപ്പൊ സാറ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ചെറുതിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. ചിലർക്കറിയാം എൻ്റെ ഈ സെഷൻ നോട്ട് ചെയ്യുന്നത് രാവിലെ ആകുമ്പോൾ വേറെ കുട്ടി എൻ്റെ അടുത്ത് വരും, ഒരു സൈഡിൽ അവൾ ചിത്രം വരച്ചോണ്ടുണ്ടാവും, ഒരിക്കലും ഡിസ്കറേജ് ചെയ്യില്ല, അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല ഇതായിട്ട് അവൾ ചിത്രം വരക്കുന്നുണ്ട്, അപ്പൊ നന്നായിട്ട് വരും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ കാര്യം, പിന്നെ ഏറ്റവും ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നതാ ഗാർഡനറിന്റെ ആ കാതറിൻ കരസിന്റെ ആ ഒരു കോട്ട് സാറ് ഇവിടെ പ്രസന്റ് ചെയ്തത് നല്ലൊരു കോട്ടാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് മതി. കഴിവുകൾ എന്താന്ന് കണ്ടെടുത്ത് ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യണം. ആ പാക്കറ്റിൽ എന്താ ഉള്ളത്, ആ സീഡ് എങ്ങനെ വളരും എന്നറിയില്ല, പക്ഷെ ഞങ്ങൾ അത് നരിഷ് ചെയ്തിട്ട് നന്നായിട്ട് വളർത്താൻ സാറ് പറഞ്ഞു തന്ന് നല്ലൊരു സെഷനാണ് സാർ. യുവർ എക്സ്പീരിയൻസ് ആൻഡ് യുവർ കോൺട്രിബ്യൂഷൻ സൊസൈറ്റി റിവീൽസ് ഇൻ യുവർ സെഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു മനോജ് സർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. രഞ്ജിത്ത് സാറെ, ഗ്രൂപ്പ് സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഒഴിവാക്കാമോ? ഓക്കെ സർ. ഓക്കെ, താങ്ക് യു നാഗേഷ് സാർ. നൗ സൂസൻ മാം പറഞ്ഞോളൂ. ചെയർമാൻ, ഞാൻ വോട്ട് ഓഫ് താങ്ക്സിന് ആളുണ്ടോ? അങ്ങനെ ആൾ ഇല്ലെങ്കിൽ ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന കൂട്ടത്തിൽ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ ഗുഡ്. ബേബി സാർ പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം പറയാം. മാമാണ് എലിസബത്ത് മാമാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നത്. ഈ ഒരു സെഷൻ ഞാൻ മാമിന്റെ ഒരു ക്ലാസ്സിൽ ഇതിലായിരുന്നു ഞാൻ ആദ്യമായി എടുത്തത്, മാമിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ. അത് ഇംഗ്ലീഷ് ആയിട്ടായിരുന്നു എടുത്തത്. അന്ന് രാത്രി തന്നെ മാം എന്നെ വിളിച്ചിട്ട് എന്നെ കോഫി ടോക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. മാം പറഞ്ഞു രാവിലെയാണ് ഈ പ്രോഗ്രാം, രഞ്ജിത്തിന് ടൈം കിട്ടുമെങ്കിൽ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞു മാം ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ടൈമാണ്, എനിക്ക് പറ്റുമായിരിക്കും എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. മാമിനോട് വളരെ കടപ്പാടുണ്ട് എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. താങ്ക് യു മാം. അതുപോലെ തന്നെ നാഗേഷ് സാർ ഈ പറഞ്ഞ സാറ് പറഞ്ഞത്, സാർ എന്നെ സാറിനൊന്നും വിളിക്കരുത് കേട്ടോ, എനിക്ക് ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ പേടിയായിരുന്നു. അതായത് നിങ്ങളെല്ലാവരും ഇത്രയും പ്രായമുള്ളവരോട് ഞാൻ നിങ്ങളെ വന്നിട്ട് ഗൈഡൻസ് പഠിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പഠിപ്പിക്കുകയല്ല നമ്മളൊരു ഇന്ററാക്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു മനസ്സിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ നാഗേഷ് സാർ. സാറിന് വിളിക്കല്ലേ ദൈവത്തെ ഓർത്ത്. ഇതൊരു ഐ ഓപ്പണർ ആണ്. ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോണ്ടാണ് എന്നെ ഞാൻ രഞ്ജിത്ത് തന്നെ വിളിക്കൂ. ഒരു കാര്യം പറഞ്ഞോളൂ സാർ. പറഞ്ഞോളൂ. സാർ ഈ പറഞ്ഞ ഒരു കോട്ടില്ലേ, ഈ കോട്ടിനെ പറ്റി, ഈ കോട്ട് പല രീതിയിൽ നമുക്ക് പല നമ്മുടെ സംസ്കാരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ വെസ്റ്റ് ഏഷ്യയിൽ നോക്കിയ ഖലീൽ ജിബ്രാനും വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കോട്ട് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ഖലീൽ ജിബ്രാനെയാണ്. അത് കുട്ടികൾ എന്താ അത് പുള്ളി പറഞ്ഞിരിക്കുന്നത്, അവർ ചിൽഡ്രൻ മക്കൾ നിങ്ങളുടേതല്ല അല്ലെ? അതെ നിങ്ങളുടേതല്ല, നിങ്ങളിൽ നിന്ന് വന്നു എന്നുള്ളൂ. അത് പറഞ്ഞൊരു 3-4 സെന്റൻസ് ഉണ്ട്. അത് സാറിന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ സാർ. അല്ല സാർ, അത്ര എനിക്കറിയുള്ളൂ. അത് സംഭവം അതാ, നിങ്ങൾ അവരെ അടിച്ചമർത്തി, നിങ്ങൾ അത് അവരിൽ അടിച്ചമർത്തരുത്, അവരെ സ്വയം അവരെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എടുത്ത് വളരട്ടെ എന്നുള്ള ആ സംഭവം. അതായത് അവരുടെ ചിന്തകളും എല്ലാം അവരുടേതാണ്, അത് നിങ്ങളുടെ അല്ല. നിങ്ങളിൽ നിന്ന് അവർ വന്നു എന്നേ ഉള്ളൂ, നിങ്ങളിൽ കൂടെ അവർ വന്നു എന്നേ ഉള്ളൂ ഈ ലോകത്തിലേക്ക്. പക്ഷെ ആ ചിന്തകളും എല്ലാം അവരുടേതാണെന്നുള്ളത്. ഈ സെയിം സംഭവം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉപനിഷത്ത്, അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജീവാത്മാ അല്ലെ, ഒരു കുട്ടിയെ ഒരു ഇൻഡിപെൻഡന്റ് സോൾ ആയിട്ട് തന്നെയാണ് ഭഗവത്ഗീതയിലും എല്ലായിടത്തും അതിനെ കാണിച്ചിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അനുസരിക്കേണ്ട ഒരു നമ്മൾ എന്താ പറയുക, നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു ആനിമൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലല്ല ഒരു രീതിയിലും നമ്മുടെ പുരാണങ്ങളിലും പറയുന്നത്. അപ്പൊ എല്ലായിടത്തും ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു ബിലീഫാണ്. പക്ഷെ നമ്മളത് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മളത് വരുത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ നമുക്ക്
ആലോചിക്കേണ്ടതുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. നജില മാം പറഞ്ഞോളൂ. സാർ സൂപ്പർ സെഷൻ ആയിരുന്നു. സാർ ഇതിവിടെ പറഞ്ഞപ്പം സത്യം പറഞ്ഞ ആ വെജിറ്റബിളിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴേ അതിനകത്ത് പച്ചവെള്ളമാണോ ഒഴിക്കേണ്ടത്, ചൂടുവെള്ളമാണോ എന്നൊക്കെ ഉള്ളത്. ശരിയാണത്. ശരിക്കും നമ്മളത് എത്രത്തോളം ആ വെജിറ്റബിൾസിനെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മൾ തന്നെയാണ് അതിന്റെ റോൾ മോഡൽ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഏതായാലും കുട്ടികൾക്ക് നല്ല എന്താണ് സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹം കൊടുത്തും ശാസനകൾ കൊടുക്കേണ്ടടുത്ത് ശാസനകൾ കൊടുത്തും തന്നെ നമ്മൾ വളർത്തുക. അവർ നല്ല മക്കളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. താങ്ക് യു സർ, നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു നജില മാം, താങ്ക് യു. വിൻസെന്റ് സാർ പറഞ്ഞോളൂ. താങ്ക് യു മനോജ് സാർ, താങ്ക് യു സോ മച്ച്. മനോജ് സാർ ഭംഗിയായിട്ട്, മനോജ് സാറിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഒപ്പം കബീർദാസ് സാറിന്റെ വെൽക്കം, അത് സാറ് പറഞ്ഞ കണക്ക് എല്ലാവർക്കും ഒരു മാതൃക. അപ്പൊ ഇടയ്ക്ക് കബീർദാസ് സാർ ഇങ്ങനെ ഒന്നല്ലേ വെൽക്കമോ അല്ലെങ്കിൽ നന്ദി പറയുന്നത് മറ്റുള്ളവർക്ക് ഗുണപ്രദമാണെന്ന് മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ രഞ്ജിത്ത് സാറ് അങ്ങ് പറഞ്ഞു സാറിനെ പേര് വിളിച്ച മതിന്ന്. ഗുരു എന്ന് പറയുന്നത് അന്ധകാരം നീക്കുന്നവനാ. സാറെന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഈ കുട്ടികളുടെ വളർച്ചയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പ്രകാശം ചൊരിഞ്ഞ ഒരു സെഷനായിരുന്നു. സാറ് പറഞ്ഞ കോട്ടുണ്ടല്ലോ, ആ കോട്ട് സമാനമായിട്ട് ഒത്തിരി സൈക്കോളജി തിയറിയിലെ ടിയയിലുണ്ട്. എറിക് ബേൺ പറയുന്നുണ്ട്, എറിക് ബേൺ, ചിൽഡ്രൻ ആർ ബോൺ വിത്ത് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം പ്രിൻസ് ഓർ പ്രിൻസസ്, ബട്ട് ദ പേരൻസ് ടേൺ ദം ഇൻടു ഫ്രോക്സ്. രാജകുമാരനോ രാജകുമാരിയോ ആകാൻ കഴിവുള്ള മക്കളെ മാതാപിതാക്കൾ അറിവില്ലായ്മ കൊണ്ട് ഭീരുക്കളായ തവള കുഞ്ഞുങ്ങളാക്കി മാറ്റുന്നതാണ്. ആ ലാസ്റ്റ് കോട്ടിൽ വരുന്ന കാര്യം നമ്മൾ പറയുന്ന ഗാർഡനേഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ ഇന്നത്തെ പേരൻസ്, ഇന്നത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗാർഡനേഴ്സ് അല്ല, കാർപ്പൻറ്റേഴ്സ് ആണ്. ഈ ഗാർഡനറും കാർപ്പൻറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാർപ്പൻറ്ററെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ചില എക്സ്പെക്ടേഷൻ ഉണ്ട്, അതനുസരിച്ച് കാർപ്പൻറ്റർ ഇത് ചെയ്യുന്നു. അതുപോലെ ഈ പറയുന്ന പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്, മാതാപിതാക്കൾ മക്കളെ വളർത്തുന്ന അവരുടെ കഴിവ് നോക്കിയിട്ടല്ല, ആകെ അവർക്കുള്ള താല്പര്യം ഇത് വളർന്നു വരുമ്പോൾ ഇത് വരണം. പക്ഷെ അവിടെ സാറ് പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ ഉണ്ടാകേണ്ട ബോണ്ടിങ് അതില്ലാതായി പോകും. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്യും, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. അതായത് ഈ ബോണ്ടിങ്ങിൽ ഉണ്ടാകണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം. ഒന്ന്, മാതാപിതാക്കളുടെ സ്നേഹം എന്ന വാക്ക് ക്ലീശയാ. ആ സ്നേഹം കൊണ്ട് ഉദ്ദേശിച്ച കരുതല്, അംഗീകാര സ്നേഹം, പ്രോത്സാഹന സ്നേഹം, സംരക്ഷണ സ്നേഹം, അങ്ങനെ സ്നേഹത്തിന് ഒത്തിരി ഉണ്ട്. നമുക്ക് ആകെ അറിയാവുന്ന സ്നേഹം എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുന്നതും ചോദിക്കാത്ത കൊടുക്കുക എന്നുള്ളത്, അതല്ല സ്നേഹം വരുന്നത്. ആ സ്നേഹം മക്കൾ അനുഭവിച്ചു വളരണം. രണ്ടാമത്തെ കാര്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം സിംഗിൾ പേരന്റിങ്ങാ. അതൊരു ചലഞ്ചാ. അത് കുട്ടികളുടെ മേലേക്കുന്ന ആഘാതം വളരെ, അത് ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറേയില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം മക്കൾ കണ്ടു വളരണം. അങ്ങനെ വളരാത്ത പിള്ളേർ വളർന്നു വരുമ്പോൾ ഭയങ്കര ആത്മവിശ്വാസമില്ലാത്തവരും അവരാണ് പലപ്പോഴും ഈ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അപ്പൊ സാറേ, നല്ലൊരു സെക്ഷൻ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നല്ലൊരു സെക്ഷൻ ആയിരുന്നു, മനോഹരമായ സെക്ഷൻ ആയിരുന്നു. കൺഗ്രാജുലേഷൻസ്. തീർച്ചയായിട്ടും ഒത്തിരി ഉൾക്കാഴ്ചകൾ നൽകുന്ന സെഷൻ ആയിരുന്നു രഞ്ജിത്ത് സാർ. താങ്ക് യു സോ മച്ച്. ആൻഡ് ബാക്ക് ടു യു മനോജ് സാർ. താങ്ക് യു സാർ. എറണാകുളം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാന്റെ വാക്കുകൾ വളരെ മനോഹരമായിരുന്നു. വെരി ഇൻസ്പയറിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. ഉസ്മാൻ ഭായ് പറഞ്ഞോളൂ. താങ്ക് യു മനോജ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും തോന്നണം. കാരണം ഞാൻ വൈഫിനോട് എപ്പോഴും പറയാറുണ്ട്, മോൾക്ക് മൊബൈൽ കളിക്കണം. വൈഫിനോട് പറയാം. ടീച്ചർ അതൊക്കെ പിന്നെ വാങ്ങിക്കാം. ഞാൻ ഒന്ന് നോക്കട്ടെ. വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അവൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കോൺസെൻട്രേഷന് എന്തിലാണോ പോകണമെന്ന് വെച്ചാൽ ആ സംഭവം അവളെ ക്ലിയർ ആക്കുക. അതായത് ഇനി മൊബൈലിൽ ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കാതിരിക്കണം. ഒരു 10 മിനിറ്റ് നേരം അത് കൊടുക്കുക. അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാലും ശരി ഒരു 10 മിനിറ്റ് നേരം. പിന്നെ അതേപോലെ തന്നെ ഒരു അരമണിക്കൂറൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു കളി, ആ മുറ്റത്തോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കളി അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാല്, ഇങ്ങനെ ഈ മൊബൈലിൽ 10 മിനിറ്റ് നേരം കൊടുത്തു വിചാരിച്ചിട്ട് എനിക്ക് മോളെ പേരിലൊരു നഷ്ടങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാല്, ചിത്രരചന, പാട്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോ പ്രസംഗം, എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെയും എനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതൊക്കെ ഞാൻ അവളെയും കൊണ്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാല്,
നാളെ ഞാൻ അനുഭവിച്ച വേദനകൾ എന്റെ മോൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം കേട്ടോ. ഈ 10ാം ക്ലാസ് വരെ ഉള്ളത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ വാപ്പച്ചി ചിലപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ ഉണ്ടാവും. 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പാതിമുക്കാ ഭാഗം നിന്നെ ഞാൻ ഫ്രീ ആക്കി വിടും. +2 കഴിഞ്ഞാൽ നീ നിന്റെ ഇഷ്ടമാണ്. അതാണ് ഇന്ന് ജീവിച്ച് ആയുസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള എമൗണ്ട്. അതേപോലെ തന്നെ ഒരു 85 ടു 95ന്റെ ഉള്ളിലായിട്ടോളം മാർക്ക് സ്കൂളിൽ വാങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, കാലം മാറിയിട്ടുണ്ട്, നമ്മൾ മാറണം. കാരണം എന്താ വെച്ചാല് കൊറോണ സമയത്തൊക്കെയും പഠിക്കുക പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ കൊടുത്തിരുന്ന നമ്മള് ലാസ്റ്റ് അവരിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോൾ നമ്മൾ തലേ ദിവസം നോക്കിയ സംഭവങ്ങൾ ഉണ്ടാവും. നമ്മളെ കുറിച്ചൊന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. തലേ ദിവസം നോക്കിയ ആ സംഭവം പിറ്റേ ദിവസം മറുപടി കൊടുക്കുന്നുണ്ടാവും മൊബൈലിന്റെ ഉള്ളില്. അപ്പൊ അവരും ഇതേപോലെ മൊബൈലിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ അത് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താവും, അത് അവർക്ക് കോൺസെൻട്രേഷൻ ഒന്നുകൂടി പഠനത്തിൽ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ മൊബൈൽ കൊടുക്കാതിരിക്കുമ്പോൾ ഉമ്മച്ചി ആ മൊബൈൽ തന്നില്ലല്ലോ എന്നുള്ള ചിന്തയായിരിക്കും സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഉണ്ടാകുക. എന്തായാലും അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇതുണ്ട് ഇതുവരെ വലിയ ഭീകരതയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെന്നുള്ളതും അറിയില്ല. ഇന്നലെ രാത്രിയും കൂടി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. ഇതുപോലുള്ള ഈ ക്ലാസ്സുകളിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ കാരണം കിട്ടുന്ന അറിവുകളാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മുന്നേ പിന്നെ പരിചയമില്ലാത്തതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ കുറെ കാര്യങ്ങൾ ഈ ട്രെയിനിങ് എടുക്കുന്ന ഓരോ സാറുമാരും പുതിയ ന്യൂജൻ പിള്ളേരുമായിട്ട് ജോയിൻ ചെയ്യാൻ കാരണം അവരുടെ ഐഡിയകളൊക്കെയും കിട്ടുന്നതും നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. കോഫി ടോക്ക് കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. താങ്ക് യു മനോജ് സാർ. കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു ഉസ്മാൻ ഭായ്. നല്ലൊരു പാരന്റ് നിലക്ക് ഒരു കാര്യം പറയാം. മക്കളുടെ മോളുടെ കാര്യത്തിൽ വളരെ അധികം ശ്രദ്ധിക്കുന്ന ഉസ്മാൻ ഭായിയുടെ മകൾ ഈ ഫ്ലോറിൽ വെൽക്കം സ്പീച്ച് ഇംഗ്ലീഷിൽ നല്ലൊരു വെൽക്കം സ്പീച്ച് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. വളരെ ഭംഗിയായിട്ട് നല്ല കഴിവുള്ള കുട്ടിയാണ്. എന്തായാലും നമുക്കിനി ഇത്തരം കുട്ടികളൊക്കെ ഈ ഫ്ലോറിലൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്കൊന്ന് ശ്രമിക്കാം. അബ്ദുൾ റൌഫ് സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് സാർ. നല്ല ഒരു സെഷൻ ആയിരുന്നു. സാധാരണ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഈ ട്രെയിനിങ്ങിന് പറ്റുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടോന്നാണ് നോക്കുക. പക്ഷെ ഇന്നൊരു പാരന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു സാറിന്റെ ക്ലാസ് മുഴുവനായിട്ടും കേട്ടിരുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലാണ് പല കാര്യങ്ങളിലും. മറ്റേ ഒരു സിനിമയില് ഹരിഷി അശോകൻ പറയുന്ന പോലെ നമുക്ക് എഴുതാനല്ലേ അറിയൂ സാർ, വായിക്കാൻ അറിയില്ലല്ലോ എന്നാണ്. നമുക്ക് മറ്റുള്ളവർ ഉപദേശിക്കാനൊക്കെ നമ്മൾ മിടുക്കരാണ്. പക്ഷെ സ്വയം പാരന്റ് എത്രത്തോളം നല്ലതാണെന്ന് ചിന്തിച്ചാല് പലപ്പോഴും നമ്മൾ ബാക്കിലായിരിക്കും എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പൊ അതിനൊരു നിർത്തലായിരുന്നു. വളരെ സന്തോഷം. നല്ലൊരു സെഷൻ ആയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ സൂസൻ മാമിന്റെ ഇംഗ്ലീഷിൽ അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാറാണ് അതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പോസ്റ്റർ എടുത്ത് നോക്കിയപ്പോഴാണ് അത് രഞ്ജിത്ത് സാർ ആയിരുന്നു മനസ്സിലായത്. സാറിന്റെ കഴിഞ്ഞിട്ടാണോ ഞാൻ എടുത്തത്? അതെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് സാറായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു. താങ്ക് യു റൌഫ് സാർ. താങ്ക് യു വെരി മച്ച്. ടീച്ചറെ അംബിക ടീച്ചർ പറയും. ഓക്കെ, താങ്ക് യു രഞ്ജിത്ത് സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു. ഞാൻ ഓർത്തത് വേറെ ഒന്നുമല്ല, ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക്, അത് എസ്പെഷ്യലി വിൻസെന്റ് സാർ, ഉസ്മാൻ സാർ, അങ്ങനെ ഒരുപാട് പേരുടെ ഫീഡ്ബാക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. അതും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി. അതൊരു വലിയ സന്തോഷം. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ടീച്ചേഴ്സും പാരന്റ്സും ആണ് ശരിക്കും കുട്ടികളെ മോൾഡ് ചെയ്യാൻ അധികം ഒരു പ്രാധാന്യമുള്ളത്. പക്ഷെ ടീച്ചേഴ്സിന് കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. പാരന്റ്സിന് എന്ത് ട്രെയിനിങ്ങാണ് കിട്ടുന്നത്? ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കുട്ടികളെ വളർത്തിയപ്പോൾ ഇപ്പം ഒരുപാട് കാര്യം ഓർത്ത് റിഗ്രറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് അന്നും ഒരു ട്രെയിനിങ് കിട്ടിയില്ലല്ലോ, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഒന്നും. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു വളർത്തി. അതുകൊണ്ട് അതിന്റെ കുറെ ഡ്രോബാക്സ് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഓർത്തുപോയി. അപ്പൊ എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എനിക്കൊരു അവയർനെസ് ഉണ്ടായത് തന്നെ എൻ്റെ മക്കളൊക്കെ KV-യിലാണ് പഠിച്ചത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രിൻസിപ്പാൾ പറഞ്ഞ ഒരു വാചകം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ചിൽഡ്രൻ ആർ നോട്ട് അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ദേ ആർ ദ പ്രഷ്യസ് അസറ്റ് ഓഫ് അവർ നേഷൻ എന്ന് പറഞ്ഞ ഒരു ലോങ് ആയിട്ടൊരു വിഷൻ അന്നാണ് എനിക്ക് കിട്ടിയത്. ഈശ്വര, അങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തേണ്ടതും അങ്ങനെ മോൾഡ് ചെയ്യണമെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ എന്തായാലും നല്ലൊരു സെഷൻ. അപ്പൊ യങ് ആയിട്ടുള്ള ഒരുപാട് പാരന്റ്സ് ഉണ്ട്, അവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനാണ്. താങ്ക് യു. കൺഗ്രാജുലേഷൻ സർ. താങ്ക് യു അമ്പിളിദേവ്. കാക്കനാട് അമ്പിളിദേവിന്റെ ഫീഡ്ബാക്ക് കേൾക്കാം. ഗുഡ് മോർണിംഗ് സർ. രഞ്ജിത്ത് സാർ നല്ലൊരു സെഷൻ ആയിരുന്നു. അതായത് ഓരോന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതായത് ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞ പോലെ തന്നെ യങ്ങായിട്ടുള്ള പാരന്റ്സിന് നമ്മളെ വളർത്തിയ പല രീതിയിലായിരിക്കും നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുക. അതായത് ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ അതായത് നമുക്ക് അവരെ ഇങ്ങനെ അതായത് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ കെയർ ചെയ്യുക ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അവർ എങ്ങനെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും കൂടെ കഴിഞ്ഞ് അവരെ നമ്മൾ ഗൈഡ് ചെയ്യുവാണെങ്കിൽ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി
ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു സെലക്ഷനാണ്. എക്സലന്റ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്പിളി ബേർ, താങ്ക് യു വെരി മച്ച്. ഇന്ദിര മാം പറഞ്ഞോളൂ. സാറേ, ഞാൻ ഈ ഒരു പോസ്റ്ററിന്റെ ഗ്ലാമർ കണ്ടിട്ട് കേറിയതാണ്. അതേ പറയട്ടെ, അങ്ങനെ എല്ലാ ദിവസവും ഒന്നും കേറില്ല. ഞാൻ ഇന്ന് ഒന്ന് കേറി നോക്കാം, എന്താ രസമുണ്ടല്ലോ, നല്ലൊരു പോസ്റ്റർ ആണല്ലോ എന്ന് കരുതി കേറിയതാണ്. പക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങ് ഇരിക്കുകയായിരുന്നു. എന്റെ ലൈഫിലോട്ട് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയാ ഫ്ലാഷ് ബാക്ക് മാതിരി പല കാര്യങ്ങളും ഓർമ്മ വന്നു. എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല്, പ്രായം ഉള്ള ഒരു 10-60 വയസ്സുള്ള അദ്ദേഹം കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട് മക്കൾക്ക് കൊടുത്തില്ല. പുള്ളിക്കാരൻ തന്നെ ഡ്രൈവ് ചെയ്തു. ഇപ്പൊ അവസാനം മക്കള് എല്ലാം വിദേശത്ത് പോയി. ഇപ്പം പേരൻസ് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പൊ നമ്മൾക്ക് അതൊരു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതൊരു ഓർമ്മ ഇരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇനി അടുത്തത് പ്രായത്തിലോട്ട് കടക്കുകയാണ്. അപ്പൊ വരുന്ന അടുത്ത ജനറേഷനിലുള്ള കുട്ടികളോട് നമ്മൾ കരുതലോടുകൂടി നിൽക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്. പിന്നെ അതേപോലെ വളരെ ഐ ഓപ്പണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പാരന്റിങ് സെഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെല്ലാം ഭയങ്കര മൈൻഡിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈമിന്റെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ശരിക്കും വളരെ നല്ല സെഷനായിരുന്നു. കേറിയിലിറങ്ങി വലിയ നഷ്ടം ഉണ്ടായേനെ. താങ്ക് യു സാർ. താങ്ക് യു മാം. നാട്ടിലാണോ അതോ ബംഗാളിലാണോ ഇപ്പോ? ഞാൻ ബംഗാളിലാണ്. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. അടുത്ത ഫീഡ്ബാക്ക് ആരാ? മാം താങ്ക് യു. മാം ഇങ്ങനെ നേരെ മുമ്പിൽ ക്യാമറയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയില്ല കേട്ടോ. ഞാൻ ഭയങ്കര ശ്വാസം പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള. ഹലോ, ഞാൻ പറഞ്ഞോട്ടെ സാറേ, പറഞ്ഞോളൂ. ലിലി ഷാജി. രഞ്ജിത്ത് സാർ, പറയൂ മാഡം. ഈ ഒരു സെഷന് റിവ്യൂ പറയാതെ പോകാൻ എനിക്ക് പറ്റുന്നില്ല. ഈ ലക്ഷണമൊത്ത എന്ന് പറയുന്നത് പോലെ എല്ലാം ഒത്തിണങ്ങിയ ഒരു സൂപ്പർ സെഷനായിരുന്നു ഇത്. നമ്മൾ ഗൈഡൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു, പക്ഷെ നമ്മൾ ഗൈഡ് ചെയ്യണമെങ്കിൽ ഈ പിള്ളേരുമായിട്ട് നമ്മളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. അവരുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷനിലൂടെ, അതുപോലെ അവർക്ക് വേണ്ടി നമ്മളൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെ, അവരെ ഇപ്പം പറയുവാണെങ്കിൽ കുട്ടികളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അവർക്കൊരു ഉമ്മ കൊടുക്കാൻ പോലും മടിക്കുന്ന പേരൻസ് ആണ് കൂടുതലും ഉള്ളത്. അവരെന്ത് തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അവരിലെ ഗുണങ്ങൾ മനസ്സിലാക്കുന്നില്ല. കുട്ടികളിലെ എൻ്റെ കുട്ടി എന്താണ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. അവന്റെ കഴിവ് എന്താണ്. ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് സെഷനിൽ വിജയിക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ നമ്മൾ എഞ്ചിനീയർ ആകണമെന്ന് ഗൈഡ് ചെയ്തിട്ട് കാര്യമില്ല. അവനവന്റെ കുഞ്ഞ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെയും അവരോടുള്ള ഇടപെടലിലൂടെയും നമുക്ക് സാധ്യമാകും. എന്ത് പറഞ്ഞാലും ഈ സെഷൻ എനിക്ക് 100-ൽ 100 മാർക്ക് എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മനസ്സിലിടുവാണ്. താങ്ക് യു സാർ, സൂപ്പർ സാർ. ഇനിയും നല്ല സെഷനിലൂടെ വരണമെന്നൊരു റിക്വസ്റ്റും കൂടി ഞാൻ പറയുവാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് മാം. മധു സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് എവരിബഡി ഗുഡ് മോർണിംഗ്. സാറേ, നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും സാറിൻ്റെ ഈ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ന്യൂ ഐഡിയ തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ഗുണപ്രദമായ എഫക്റ്റീവായ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സാറേ. താങ്ക് യു സാർ. മനോജ് സാറേ, ഞാൻ അമ്മിണി പുല്ലാമ്പാറയിൽ നിന്നാണ്. അമ്മിണി പറഞ്ഞോട്ടെ. പുല്ലാമ്പാറയിൽ പകുതി പറഞ്ഞില്ലേ? ഓക്കെ സാറേ, രഞ്ജിത്ത് സാർ സൂപ്പർ സെക്ഷൻ ആയിരുന്നു. ആ മരത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങളെ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് പുതുതായിട്ട് ഒരു അറിവ് കിട്ടിയത് ഫീൽ ചെയ്തു. പിന്നെ എന്നും ഈ ഫീഡ്ബാക്ക് പറയാൻ വരുമ്പോ ഇങ്ങനെ ഒരു കഴിവ് പുറകിലുണ്ടെന്നും ട്രെയിനർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഒത്തിരി സൂപ്പർ സെക്ഷൻ ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ. നമസ്കാരം. വേറെ ഒന്നുമല്ല, എനിക്ക് രഞ്ജിത്ത് സാറിന്റെ ഇന്നത്തെ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. അതൊരു ഫുൾ ഫ്ലെഡ്ജഡ് നല്ലൊരു ഐ ഓപ്പണർ ആയിരുന്നു എല്ലാവർക്കും. ഞാൻ പറയുന്നത് നമ്മുടെ ഈ ട്രെയിനിങ്. ഒരു സെക്കൻഡ് സാർ, സാറിന് ഞാൻ രണ്ടും പ്രതീക്ഷിക്കുന്നു. സാറിന് രണ്ടും ഓക്കെ സാർ.
അതുപോലെ ഓക്കെ ബാക്കിയുള്ളവർക്ക് ഞാൻ ഇപ്പോൾ അതിൽ ബോധവാനായത്. സാറേ, രണ്ട് സൈഡും നമ്മുടെ ഏറ്റവും വലിയ ഈ കോഫി ടോക്കിന്റെ മറ്റൊരു അസറ്റാണ് നമ്മുടെ എല്ലാവരും പറയുന്ന ഓരോരോ റിമാർക്കുകൾ, ഓരോരുത്തര് ഫീഡ്ബാക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ട്രെയിനിങ് എടുക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ കറക്ഷൻസ് ഒന്നും ആൾക്കാർ പറയത്തില്ല. എപ്പോഴും നമ്മൾക്ക് അറിയാലോ, സാധാരണ ട്രെയിനിങ് കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കര സൂചിപ്പിച്ചൊക്കെ അങ്ങ് പറയും, നന്നായിരുന്നു പറയും. എന്നിരുന്നാലും ചില പോയിന്റുകൾ അവർ ഇതിനോടുകൂടെ ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് തരും. ആ പോയിന്റുകൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ അതുപോലെ 2 പോയിന്റുകളാണെന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ പേരൻസ് കുട്ടികളെ നമ്മൾ പേരന്റ് ആണെന്നുള്ള ബോധം വേണം. അധ്യാപകരാകരുത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് വീട്ടിൽ വരുമ്പോൾ വീണ്ടും ഒരു സാറിനെ കിട്ടി അവർക്ക് ഒരു സുഖം കിട്ടത്തില്ല. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്തിട്ട് അവിടുത്തെ മാനേജരെ പോലെ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഇവിടെ മറ്റൊരു മാനേജരായിട്ട് ഭാര്യ നിന്നാൽ എന്ത് ചെയ്യും? ഭാര്യയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞതുപോലെ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു പേരന്റ് ആയിട്ട് നിൽക്കണം. അവിടെ ഒരു അധ്യാപകൻ കുട്ടിക്ക് സ്കൂളിൽ വരുമ്പോൾ വേറൊരു അധ്യാപകരെ അല്ല കിട്ടേണ്ടത്, നമ്മളൊരു പേരന്റ് ആയിട്ട് നിൽക്കണം. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഭയങ്കര പ്രശ്നമാണ്. കുട്ടികളുടെ കാര്യങ്ങൾ വീട്ടിൽ വന്ന് ഓപ്പണായിട്ട് പറയാനുള്ള അവസരങ്ങൾ പല വീടുകളിലും ഇല്ല. ഒന്ന്, പേരൻസിന്റെ തിരക്കുകളായിരിക്കാം. പക്ഷെ എന്നാലും അവരതിനു വേണ്ടി സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് വളരെയധികം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാര്യം അത് ഞാനിപ്പോൾ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഭാര്യമാർക്ക്, വീട്ടിൽ ജോലിയുള്ള ഭാര്യമാർക്ക് വീട്ടിൽ വന്ന് ഭർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം. കുടുംബത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് വളരെ വളരെ വലിയ പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മൾ ഈ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അടുത്തറിയാവുന്നതുകൊണ്ട് പറയാം. വഴിയിൽ വെച്ച് ഒരു 2 മിനിറ്റ് എടുത്തോട്ടെ സാറേ, മനോജ് സാറേ. പെട്ടെന്നായിക്കോട്ടെ. നമ്മുടെ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയോ, ഒരു വലിയ കുട്ടിക്ക് വഴിയിൽ വെച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ വീട്ടിൽ വന്ന് പറഞ്ഞാൽ നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടുകാർ എങ്ങനെ അതിനെ കണക്കാക്കും, എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുമെന്നൊരു അറിവില്ലാത്തത് കൊണ്ട് വീട്ടിൽ വന്ന് പറയാതിരിക്കുകയും പിന്നെ അത് വലിയ ഇഷ്യൂകളായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ വീടുകളിൽ ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളത്, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ളൊരു ഇടമായി മാറണം. വീട്ടിൽ എന്തും ഓപ്പണായിട്ട് മക്കളുടെ അടുത്തും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്തും ഭർത്താവിന് ഭാര്യയുടെ അടുത്തും ഒക്കെ പറയാൻ. കാര്യം ഇന്നത്തെ ഈ മൊബൈലിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ കടന്നുകയറ്റം അതിനുള്ള അവസരങ്ങൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്. അത് സമൂഹത്തിൽ വലിയൊരു വിപത്തായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സാറിന്റെ സെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറേ നന്നായിരുന്നു, ഏറ്റവും നന്നായിട്ട് സാറിന്റെ പ്രസന്റേഷൻസ് ഒക്കെ ക്ലിയർ, പ്രോജക്ട് ഇതൊക്കെ ചെയ്ത പ്രസന്റേഷൻ ഷെയർ ചെയ്തതൊക്കെ നന്നായിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സബ്ജക്റ്റ് നന്നായിരുന്നു. ആദ്യം സാറിന്റെ കണക്ഷൻ, അതായത് നമുക്ക് ഓരോരുത്തരോടും സാറ് ചോദിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആരെങ്കിലും ഗൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്, പിന്നെ എന്നിട്ട് അത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്നത്, ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ് അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയത്, എല്ലാം വളരെ ഗംഭീരമായിരുന്നു സാറേ. ട്രെയിനിങ്ങിലൊന്നും ക്ലാസ്സിലൊന്നും വളരെ നല്ലതായിരുന്നു. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് ഹോം ഇതിനകത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് രഞ്ജിത്ത് സാറിന്റെ പ്രൊഫഷനുമായിട്ട് മുമ്പോട്ട് പോകാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ലാസ്റ്റ് ഫീഡ്ബാക്ക് കഴിഞ്ഞ് നമുക്ക് ക്വിസ് കോമ്പറ്റീഷനിൽ പോകാം. ക്വിസ് കോമ്പറ്റീഷനിൽ എല്ലാവർക്കും അറിയാം, ഒരു ചോദ്യം ചോദിക്കും, ചാറ്റ് ബോക്സിലൂടെ മാത്രം ഉത്തരം നൽകുക. ഓരോ ശരി ഉത്തരത്തിനും 100 പോയിന്റ്. കഴിഞ്ഞ ദിവസത്തെ വിന്നർ അമേരിക്കയിൽ നിന്ന് നമ്മുടെ അബ്ദുൾ റൌഫ് സാറാണ്. ഇന്നത്തെ വിന്നർ ആരാണെന്ന് നോക്കാൻ നമുക്ക് ചാറ്റ് ബോക്സിലോട്ട് പോകാം. മനോജ് സാറേ, ഓട്ടോ താങ്ക്സും കൂടെ പറയണമെന്ന് പറയണം. ഓട്ടോ താങ്ക്സും കൂടെ പറയണം വിജയിക്കുന്നവരെ. അല്ല, അത് സൂസൻ മാം റെഡിയായി. അത് എന്തോ അവര് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ചാറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദ്യം കാണാം. അതിൽ തന്നെ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. പിന്നെ ഇതിന് ശേഷം നമുക്ക് അതിനോടൊപ്പം തന്നെ അസീസ് ഭായിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കുന്നതായിരിക്കും. എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള ചോദ്യം വന്നു കഴിഞ്ഞു, ആൻസർ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ തന്നെ നൽകാവുന്നതാണ്. ഓക്കെ, ടുഡേ സെലിബ്രേറ്റഡ് ആസ്, ഏത് ദിവസമായിട്ടാണ് ഇന്ന് ആഘോഷിക്കുന്നത്? ഹലോ ഡേ, നമസ്തേ ഡേ, താങ്ക് യു ഡേ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ. അപ്പോൾ ഏറ്റവും ആദ്യം അബ്ദുൾ റൌഫ് സാർ സി ടൈപ്പ് ചെയ്തിരിക്കുന്നു, താങ്ക് യു ഡേ. തെറ്റാണ്. ഡി ഗ്രാറ്റിറ്റ്യൂഡ് ഡേ, അതും തെറ്റാണ്. അപ്പോൾ ഡി അല്ല, ബി ഗാലക്സി A37 ഷാഹിദ ടീച്ചർ റൈറ്റ് ആൻസർ എഴുതിയിരിക്കുന്നു. ഇന്ന് നമസ്തേ ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ, നമസ്തേ ഡേ. ഓക്കെ, കൺഗ്രാജുലേഷൻസ് ഷാഹിദ ടീച്ചർ. ഷാഹിദ ടീച്ചർ തന്നെയല്ലേ അത്? ഞാൻ തന്നെയാണ് സർ. എനിക്ക് അറിഞ്ഞു എഴുതിയതല്ലോ, ഞാനൊരു ഗസ്റ്റിൽ ബി കൊടുത്തതാണ് സത്യമായിട്ടും.
ശരി ഉത്തരാണ്. പക്ഷെ ടീച്ചർ പേര് ഇതുവരെ മാറ്റുന്നില്ല. എപ്പോഴും മൊബൈൽ കമ്പനികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് ശരിയല്ല. കബീർ സാറൊക്കെ അത് പലതവണ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിവേ, കൺഗ്രാചുലേഷൻസ്. അപ്പോ ഇന്നത്തെ പ്രോഗ്രാം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സിന് നമ്മുടെ പ്രിയങ്കരിയായ സൂസൻ മാഡത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച് ചെയർമാൻ. ഇന്നത്തെ ഈ 944 സെഷനില് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ലഭിച്ച ഈ പ്രിവിലേജിനായിട്ട് ഞാൻ പ്രത്യേകം എൻ്റെ സ്നേഹം അറിയിക്കുന്നു. വളരെ നല്ല ഒരു പ്രവൃത്തിയാണ് JCI ഇന്റർനാഷണലിന്റെ JCI ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇത് നടത്തി വരുന്ന. നമുക്ക് വളരാനും വളർത്താനുമുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം. രാവിലെ തന്നെ എനർജറ്റിക് ആയിട്ട് പല കാര്യങ്ങളും കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കിട്ടുന്ന ഈ അവസരത്തിന്, ഇതിനൊരുക്കിയിരിക്കുന്ന ഈ ഒരു അവസരത്തിനായിട്ട് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. വളരെ അനേകം ആൾക്കാർ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സെഷൻസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ പ്രയോജനമുള്ള കാര്യം തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇന്നത്തെ സെഷന് ചെയർമാൻ പദവി വഹിച്ച കുന്നത്ത് മനോജ് സാറിന് എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള ഹിഷാം സർ, പിന്നെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള മുജീബ് സർ, രേഖ മാം, ശ്രീജിത്ത് സർ, ഇവർക്കൊക്കെ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലോ പ്രസിഡൻസ് ആയിട്ടുള്ള ജിനി സാംസൺ മാം, നിതിൻ നാരായൺ സർ, ഇവരൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയത്നിക്കുന്നു. അതിനായി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്ന് ക്വിസ് നടത്തിയ മനോജ് സർ എന്നുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിന് എല്ലാ ദിവസവും മുടങ്ങാതെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോസ്റ്ററും ഒക്കെ ഉണ്ടാക്കുന്ന സാറിനും ഉസ്മാൻ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിട്ട് എടുത്ത നമ്മുടെ രഞ്ജിത്ത് മാർക്കോസിനെ എൻ്റെ ഹൃദയംഗമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. രഞ്ജിത്ത് എൻ്റെ സൈക്കോളജിയുടെ ബാച്ച്മേറ്റ് ആണ്. ഞങ്ങൾ ഒരുമിച്ചാണ് സൈക്കോളജി എടുത്തത്. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. വളരെ നല്ല ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഗൈഡൻസ്, അതുപോലെ നമുക്കത് എങ്ങനെ കൊടുക്കാം, എങ്ങനെ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരണം, പിള്ളേരുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ നഴ്ചർ ചെയ്ത് അവരുടെ ബുദ്ധിമുട്ടുകളും ലിമിറ്റേഷൻസും ഒക്കെ മനസ്സിലാക്കി അവരെ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും സെൽഫ് അക്സെപ്റ്റൻസും ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരണമെന്നും, അവരെ ഡിപ്പെൻഡന്റ് ആക്കുകയല്ല, മറിച്ച് അവരെ സെൽഫ് സഫീഷ്യന്റ് ആക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അവരുടെ ഇഷ്ടത്തെയൊക്കെ മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. കബീർ സാർ പറഞ്ഞതുപോലെ നമ്മളെ പേരൻസ് ആണ് ഇത് ഏറ്റവും ആദ്യം തന്നെ ഇതിന് ഏറ്റവും മുൻകൈ എടുക്കേണ്ടത്. കാരണം നമ്മുടെ കയ്യിലാണ്, നമ്മളാണ് ആദ്യത്തെ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടിരിക്കുക, അവർക്ക് അവൈലബിൾ ആയിട്ടിരിക്കുക. എല്ലാം 100 തിരക്കാണ് എല്ലാവർക്കും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായ ഒരു കടമയാണ്. നല്ല രീതിയിൽ അവർ നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ടും നല്ല കഴിവുള്ളവരായിട്ടും അവർക്കുള്ള കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാനായിട്ടും ഒക്കെ അവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് പേരൻസ് തന്നെയാണ് ആദ്യമേ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞതിന് രഞ്ജിത്ത് മാർക്കോസിനെ വളരെയധികം നന്ദിയും അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകളും അർപ്പിക്കുന്നു. ഇനിയും ഇതുപോലെ ഐ എം സോ പ്രൗഡ് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ബ്രിങ് യു ടു ദിസ് പ്ലാറ്റ്ഫോം. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് പിന്നെ ഇന്നത്തെ സെഷൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട എല്ലാവർക്കും, ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും, ഇനിയും കേൾക്കാനിരിക്കുന്നവർക്കും ഒക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും പ്രയോജനമുള്ളതാണെന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. ആരെയും ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങളും നല്ലൊരു ദിവസവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു. ഇന്നത്തെ ഒരു മെസ്സേജ്, അതായത് നമ്മുടെ അസീസ് സാറിന്റെ മെസ്സേജോടെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. പുതുതലമുറയുടെ പാതയിൽ മതിലുകൾ തീർക്കാത്തവരുടെ കതിരുകൾ വിരിയാൻ വളവും വെള്ളവും ഊർജവുമേകി കഴിവുകരുത്തുകൾ കണ്ടറിവോടെ പരിപാലിക്കാൻ ഉതകും വിധമൊരു അറിവിൻ ഉറവയൊഴുക്കിയ ഉഷസ്സിൽ ഉണർവേകിയ രഞ്ജിത്ത് സാറിന് സ്നേഹം നിറഞ്ഞ നന്ദി നിറഞ്ഞ വാക്കുകൾ നൽകിക്കൊണ്ട് അസീസ് വിളംബരം ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് കൂടെ വൈൻഡപ്പ് ചെയ്യാം. കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JCI നിലമ്പൂർ, ഗോൾഡൻ വാലി, ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽസ് ഹിയർ അഡ്ജന്റ്.